Praise the Lord, hallelujah. Stotram, 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 hallelujah, hallelujah, hallelujah. ദൈവത്തിന്റെ മഹത്വം ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പരിശുദ്ധനെ സുഖിരാജാവേ, നല്ല സമയത്തിനായി സ്തോത്രം ചെയ്ത് കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട കർത്താവെ, ആമേ മീറ്റിംഗിൽ കർത്താവെ നമ്മൾ ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ആമേൻ കർത്താവെ ഞങ്ങളെ തന്നെ ദൈവകരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ഞങ്ങളുടെ ഗുരുകളെ ബലഹീനത ഓർക്കാതെ വേണം ദൈവത്തിന്റെ കരം ചലിക്കേണ്ടതിന്, ദൈവത്തിന്റെ കരുണ വെളിപ്പെടേണ്ടതിന്, അങ്ങയുടെ മനസ്സരിവ് വെളിപ്പെടേണ്ടതിന് കർത്താവെ ഞങ്ങൾ അങ്ങോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ കർത്താവ് എല്ലാ ശുശ്രൂഷകളും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുവാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ പ്രാർത്ഥിപ്പാൻ, പാട്ടുകൾ പാടുവാൻ, സങ്കീർത്തനം പ്രബോധിപ്പിക്കാൻ, ദൈവവചനം സംസാരിപ്പാൻ, സ്തോത്രം ശുശ്രൂഷകളിൽ പങ്കാളിത്തം വഹിക്കുവാൻ കർത്താവിന്റെ മക്കളെ ഓരോരുത്തരെയും കർത്താവെ സന്ധ്യകൾ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വിവിധ ടൈം സോണുകളിൽ വിവിധ രാജ്യങ്ങളിൽ ഇരുന്ന് കർത്താവെ സോമിൽ ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, എല്ലാ വിശുദ്ധന്മാരെയും, എല്ലാ മാതാപിതാക്കന്മാരെയും, എല്ലാ സഹോദരി സഹോദരന്മാരെയും, കുഞ്ഞുകുട്ടികളെയും ദൈവകാരത്തിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ കരം ചലിക്കണം, ദൈവത്തിന്റെ അസാധാരണമായ വിടുതൽ വ്യാപരിക്കണം. കർത്താവിൽ രോഗികളായി കടന്നു വരുന്ന പ്രിയപ്പെട്ടവർ കർത്താവ് സൗഖ്യം പ്രാപിക്കണം. ഹൃദയഭാരത്തോടെ കടന്നു വരുന്ന ആശ്വാസം കണ്ടെത്തുവാൻ ഇടയാകുമാറാകണമേ. കർത്താവ് തകർന്നു മുറിയുടെ ഹൃദയത്തെ നിരസിക്കാത്ത നല്ല കർത്താവ് ഇന്ന് രാത്രിയിൽ കർത്താവ് ഞങ്ങൾക്ക് ഒപ്പം ഇരുന്ന കർത്താവെ വഴി നടത്തേണ്ടതായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ. പാടുവാൻ എന്റെ മക്കളെ കർത്താവ് ശക്തീകരിക്കുമാറാകണമേ, അഭിഷേകത്താൽ നിറയ്ക്കുമാറാകണമേ, മദരത്തെ ബലപ്പെടുത്തുമാറാകണം ണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സൗരഭ്യമുള്ള ആരാധനയായി തീരുവാൻ സഹായിക്കണമേ. സങ്കീർത്തനം ബോധിപ്പാൻ കർത്താവിനെയും ബലപ്പെടുത്തുമാറാകണമേ. കർത്താവെ വചനം സംസാരിക്കുന്ന എല്ലാ വിശുദ്ധന്മാരെയും കർത്താവ് ഇതിനു മുമ്പേക്കെയും കർത്താവെ വചനം സംസാരിച്ചിട്ടുള്ള കഴിഞ്ഞ ദിവസങ്ങളൊക്കെയും ജനത്തെ പ്രബോധിപ്പിക്കുകയും ചെയ്ത് എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ് അനുഗ്രഹമായി തീരും. ശുശ്രൂഷകളെ ബാധിക്കുമാറാകണം. തുടർന്നുള്ള എല്ലാ സമയങ്ങളും അവസാനം വരെ പരിശുദ്ധാത്മാവിന് വലിയ നിറവനുഭവിപ്പാൻ തന്റെ ജനത്തിന് കൃപ കൊടുക്കേണ്ടതായി പ്രാർത്ഥിക്കുന്ന കർത്താവെ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വെളിപ്പെട്ട ദൈവത്തിന്റെ കരം ചലിക്കുന്ന കൃപയ്ക്കായി നന്ദി കർത്താവേ. ഇവിടുത്തെ കരത്തിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഈ മീറ്റിങ്ങിനെ പ്രകാരം കർത്താവ് മുന്നോട്ട് നയിപ്പാൻ കർത്താവെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നേതൃത്വമായി കർത്താവെ ഏൽപ്പിച്ചിരിക്കുന്ന ഗ്രീസിയാനിക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഹല്ലേലൂയ. കർത്താവെ കുടുംബത്തെ മാനിക്കണം, അനുഗ്രഹിക്കണമേ. ഇത്രത്തോളം കർത്താവ് ചില 2 വർഷത്തോളം അപ്പുറമായി കർത്താവ് ഈ മീറ്റിങ്ങിനെ കർത്താവ് ശക്തിയോടെ മുന്നോട്ട് നയിക്കുവാൻ പരിശുദ്ധാത്മാവ് ഉപയോഗിക്കുന്നല്ലോ അധികമായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ പ്രാർത്ഥിപ്പാൻ അനേകർക്ക് കൈത്താകൾ കൊടുക്കുവാൻ പ്രാർത്ഥനയിൽ സപ്പോർട്ട് ചെയ്യുവാനൊക്കെയും ശുശ്രൂഷകളെ അനേകരെ സപ്പോർട്ട് ചെയ്യുവാനൊക്കെയും പരിശുദ്ധാത്മാവ് ദാസി ഉപയോഗിക്കുന്നില്ല. കർത്താവ് എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു. തുടർന്ന സമയങ്ങളെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കണം, ശുശ്രൂഷയെ മാനിക്കണം പ്രാർത്ഥിക്കും. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്ന സമയങ്ങളിൽ പാട്ടുകളിൽ പാടിയും ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ട പ്രിയപ്പെട്ടവരെ സ്തോത്രം മുതലായി മൈക്ക് കൈമാറുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആര്യ ആദ്യം ഒരു പാട്ട് പാടിക്കുക, അത് കഴിയുമ്പോ അമ്മ പാടിക്കോളും. ആര്യ ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആര്യ മ്യൂട്ടാ, പാടുന്നില്ലേ? ലൈവ് പോവുക. അമ്മ പാടിക്കുമെന്നാ. ആര്യ ദൈവത്തിന് നന്ദിയോട് സ്തോത്രം സ്തുതിക്കുന്നു. ഇപ്പോഴത്തെ സാന്നിധ്യം മാറലായി രാജ്യക്കാരെ പ്രാർത്ഥിക്കുന്നു. സ്തോത്രടിയുടെ ആടെ പ്രാർത്ഥിക്കുവാനും പാടുവാൻ അവിടുത്തെ കൃപ അനുഗ്രഹമായി തീരുവാൻ അനേകർ കൂടുതലായി തീരുവാൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന പഠിപ്പിക്കാതെ പരമപിതാവിൻ സ്തുതി പാടാൻ അവനല്ലോ ജീവന് നൽകിയവൻ. പരമപിതാവിന് സ്തുതി പാടാൻ അവനല്ലോ ജീവന് നൽകി
പാവങ്ങളും ക്ഷമിച്ചിടുന്നു, രോഗങ്ങളകിലവും നീക്കിടുന്നു. പരമപിതാവിനു സ്തുതി പാടാം. അവനല്ലോ ജീവൻ നൽകിയവേ. പരമപിതാവിനു സ്തുതി പാടാം. അവനല്ലോ ജീവനെ നൽകിയവേ. പോലെന്നെ ഓർമ്മിച്ചു അപകടവേളയിൽ പാലിച്ചവേ. പോലെന്നെ ഓർമ്മിച്ചു അപകടവേളയിൽ പാലിച്ചവേ. ആഹാരവാണിയമേ നിത്യമം ജീവനെ നൽകിടുന്നു. പരമപിതാവിനു സ്തുതി പാടാൻ. അവനല്ലോ ജീവനെ നൽകിയവേ. പരമപിതാവിനു സ്തുതി പാടാൻ. അവനല്ലോ ജീവനെ നൽകിയവേ. പോലെന്നെ തേടി വന്നു പാപക്കുഴിയിൽ നിന്നേറ്റിയവേ. പോലെന്നെ തേടി വന്നു പാപക്കുഴിയിൽ നിന്നേറ്റിയവേ. സ്വന്തമാക്കി നമ്മെ തീർത്തിടുവാൻ സുന്ദരത്വം നമുക്കേകിയവേ. പരമപിതാവിനു സ്തുതി പാടാം. അവനല്ലോ ജീവന് നൽകിയവേ. പരമപിതാവിനു സ്തുതി പാടാം. അവനല്ലോ ജീവന് നൽകിയവേ. കൂടുകളെ കൂടെ കൂടിളക്കി പറക്കുവാനായി നമ്മെ ശീലിപ്പിച്ചു. കൂടുകളെ കൂടെ കൂടിളക്കി പറക്കുവാനായി നമ്മെ ശീലിപ്പിച്ചു. ചിറകുകളതിന്മേൽ വഹിച്ചു നമ്മെ നിലം വരിതായി നാം നശിച്ചിടാതെ. പരമപിതാവിനു സ്തുതി പാടാം. അവനല്ലോ ജീവനെ നൽകിയവേ. പരമപിതാവിനു സ്തുതി പാടാം. അവനല്ലോ ജീവനെ നൽകിയവേ. സ്തോത്രം ചെയ്യാം ഹൃദയാഗമായി കുമ്പിടമവൻ മുൻപിലാദരവായി. സ്തോത്രം ചെയ്യാം ഹൃദയാഗമായി കുമ്പിടമവൻ മുൻപിൽ ആദരവായി. ഹല്ലേലൂയ പാടാം അവനല്ലോ നമ്മുടെ രക്ഷയിൻ പാറ. പരമപിതാവിനു സ്തുതി പാടാം. അവനല്ലോ ജീവനെ നൽകിയവേ. പരമപിതാവിനു സ്തുതി പാടാം. അവനല്ലോ ജീവനെ നൽകിയവേ. ത്തോളം ജയണ്ടെന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും ധ്രുവധ്വനി കരുതിയിടണേ. ഇനിയും നടത്തിടരുകിതമോ. ഇനിയും ധ്രുവധ്വനി കരുതിയിടണേ.
കരുതിയിടണേ ഇനിയും നടത്തണേ തിരുഹിതം പോലത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം ഇനിയും കൃപതോന്നി കരുതിയിടണേ ഇനിയും നടത്തണേ തിരുഗീതം പോലതല്ല ദൈവം നമ്മെ നേർത്തിയതാ നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലോ നിന്നതല്ല ദൈവം നമ്മെ നേർത്തിയതാ നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലോ നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോ നന്ദിയോട് നാഥന് സ്തുതി പാടിടാം നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാം ചരിത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം ഇനിയും കൃപതോന്നി കരുതിയിടണേ ഇനിയും നടത്തണേ തിരുഗീതം ഇനിയും കൃപതോന്നി കരുതിയിടണേ ഇനിയും നടത്തണേ തിരുഗീതം സാധ്യതകളോ അസ്തമിച്ചു പോയിടുമ്പോ സോദരങ്ങളോ മാറിടുമ്പോൾ സാധ്യതകളോ അസ്തമിച്ചു പോയിടുമ്പോ സോദരങ്ങളോ അകന്നു മാറിടുമ്പോ സ്നേഹത്താൽ വീണ്ടെടുക്കും യേശുനാഥേ സകലത്തിലും ജയം നൽകുമല്ലോ സ്നേഹത്താൽ വീണ്ടെടുക്കും യേശുനാഥേ സകലത്തിലും ജയം നൽകുമല്ലോ ചരിത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം ഇനിയും കൃപതോന്നി കരുതിയിടണേ ഇനിയും നടത്തണേ തിരുഗീതം ഇനിയും കൃപതോന്നി കരുതിയിടണേ ഇനിയും നടത്തണേ തിരുഗീതം അവനുയർത്തില്ലെന്നേ ശത്രുഗണം വാദിക്കുമ്പോ തകർക്കുമെന്ന് തീയതിയും മുഴക്കിടുമ്പോൾ അവനുയർത്തില്ലെന്നേ ശത്രുഗണം വാദിക്കുമ്പോ തകർക്കുമെന്നേ തീയതിയും മുഴക്കിടുമ്പോ ആമേൻ പ്രവൃത്തിയിൽ വലിയവനെ സുനാദേ കൃപ നൽകും ജയഘോഷമുയർത്തിടുവാ ആമേൻ പ്രവൃത്തിയിൽ വലിയവനെ സുനാദേ കൃപ നൽകും ജയഘോഷമുയർത്തിടുവാനാമേൻ ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം ഇനിയും കൃപതോന്നി കരുതിയിടണേ ഇനിയും നടത്തണേ തിരുഗീതം ഇനിയും കൃപതോന്നി കരുതിയിടണേ ഇനിയും നടത്തണേ തിരുഗീതം അവൻ നിന്നതല്ല നാം ദൈവം നമ്മെ നേർത്തിയതാ നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ അവൻ നിന്നതല്ല നാം ദൈവം നമ്മെ നേർത്തിയതാ നേടിയതെല്ലാം ദൈവമെല്ലാം തന്നതല്ലോ നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോ നന്ദിയോട് നാഥന് സ്തുതി പാടിടാ
നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാരനു സ്തുതി പാടിടാവേ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിയിടണേ. നീയും നടത്തണേ തിരുഗീതമ്പോ ആമേൻ. ഇനിയും കൃപ തോന്നി കരുതിയിടണേ. ഇനിയും നടത്തണേ തിരുഗീതമ്പോൾ. ആമേൻ. സ്തോത്രം സ്തോത്രം. സ്തോത്രം സ്തോത്രം. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ പാടുവാൻ തക്കവണ്ണം പ്രിയ മാതാവിന് ദൈവം കൃപ ചെയ്തത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം സ്തോത്രം. നമ്മൾ നിന്നതല്ല കർത്താവ് നമ്മളെ നിർത്തിയത്. രാത്രി കാലം ശത്രു എത്ര വട്ടം നമ്മളെ തകർക്കുവാൻ പദ്ധതി ഇട്ടപ്പോഴൊക്കെയും ശത്രുവിന്റെ കരങ്ങളിൽ നമ്മളെ വഴുതിച്ച് കർത്താവ് എന്നയോളം സൂക്ഷിച്ചു കണ്ണിന്റെ കൃഷ്ണമണി പോലെ പരിപാലിച്ച ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതി വരുത്തില്ല കർത്താവേ. സ്തോത്രം 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 സ്തോത്രം. പാട്ടുപാടിയ പ്രിയ മാതാവിനെ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. ഇനി നമുക്ക് സങ്കീർത്തനം വായനയ്ക്കുള്ള സമയമാണ്. സങ്കീർത്തനം വായിച്ച് പ്രബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രിയ ദേവദാസിനെ ദൈവനാമത്തിൽ ക്ഷണിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനം വായിക്കുന്നു. സങ്കീർത്തനം 46 സങ്കീർത്തനം. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കും. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിന്റെ വെള്ളം ഇരച്ചു കലങ്ങിയാലും അതിന്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. ഒരു നദിയുണ്ട്, അതിന്റെ തോടുകൾ ദൈവനഗരത്തെ അത്യുന്നതന്റെ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. ദൈവത്തിന്റെ മധ്യമുണ്ട്, അത് കുലുങ്ങിപ്പോകുകയില്ല. ദൈവോധികാലത്ത് തന്നെ അതിനെ സഹായിക്കും. ജാതികൾ ക്രൂത്തിച്ചു, രാജ്യങ്ങൾ കുലുങ്ങി, അവൻ തന്റെ ശബ്ദം കേൾപ്പിച്ചു. ഭൂമി ഉരുകിപ്പോയി. സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്. യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. വരുവിൻ, യഹോവയുടെ പ്രവൃത്തികളെ നോക്കുവിൻ. അവൻ ഭൂമിയിൽ എത്ര ശൂന്യത വരുത്തിയിരിക്കുന്നു. അവൻ ഭൂമിയുടെ അറ്റം വരെയും യുദ്ധങ്ങൾ നർത്തം ചെയ്യുന്നു. അവൻ വില്ലൊടിച്ച് കുന്തം മുറിച്ച് രഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളയുന്നു. മിണ്ടാതെ ഇരുന്ന ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ഞാൻ ജാതികളുടെ ഇടയിൽ ഉന്നതനാകും, ഞാൻ ഭൂമിയിൽ ഉന്നതനാകും. സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്. യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകും. പ്രൈസ് ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല സങ്കീർത്തന വേദഭാഗം ആമേൻ സ്തോത്രം വായിച്ചു കേൾപ്പാനായിട്ട് ഇടയായി തീർന്നു. ഹല്ലേലൂയ. 46 സങ്കീർത്തനം കോരഹപുത്രന്മാരുടെ ഒരു മനോഹരമായ സങ്കീർത്തനമാണ്. ആമേൻ സ്തോത്രം 46 സങ്കീർത്തനം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഈ സങ്കീർത്തനം ശരിക്കും യഥാർത്ഥമായ നല്ലൊരു ആമേൻ സ്തോത്രം സങ്കീർത്തനം എന്ന് പറയുവാൻ കാര്യം, അനേക ഭക്തന്മാർ പാട്ടുകൾ എഴുതിയ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സഹായിച്ച, കഷ്ടതയിലും ബലപ്പെടുത്തുന്ന, സംഗീതമാകുന്ന, തുണയായിരിക്കുന്ന ഒരു ദൈവത്തെ പറ്റി പ്രകീർത്തിക്കുന്ന ഒരു മനോഹരമായ സങ്കീർത്തനമാണ് 46 സങ്കീർത്തനം. പർവ്വതങ്ങൾ മാറിപ്പോയാലും കുന്നുകൾ നീങ്ങിപ്പോയാലും ഭയപ്പെടത്തില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പാട്ടുകാരന്മാർ പാടി, നമ്മളത് ഏറ്റുപാടി. സ്തോത്രം. കൊരപുത്രൻ മാത്രമല്ല, ഈ കാലഘട്ടത്തിലും അനേകർ സ്തോത്രം പാടി ദൈവത്തെ മഹത്വപ്പെടുത്തിയ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തന വേദഭാഗമാണ് ഇവിടെ ഇന്ന് സ്തോത്രം ഹല്ലേലൂയ സൺഡേ ഇംഗ്ലീഷ് സോങ്ങിൽ വായിച്ചു കേൾപ്പാനായിട്ട് ഇടയായിത്തീർന്നത്. അതിന്റെ പ്രാരംഭ വാക്യത്തിൽ ഇപ്രകാരം നമുക്ക് കാണാൻ കഴിയുന്നു: ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാണ്. ദൈവം നമ്മുടെ സങ്കേതമാകും. എന്താണ് ദൈവം നമ്മുടെ സങ്കേതം എന്ന് പറയുന്നത്? സങ്കേതം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതൊരു സ്തോത്രം സ്തോത്രം ഹല്ലേലൂയ ആശ്രയിക്കാൻ കൊള്ളാവുന്ന സ്തോത്രം രക്ഷ പ്രാപിക്കുവാൻ ഉതകുന്ന സ്തോത്രം സ്തോത്രം ഹല്ലേലൂയ ഒന്നെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പഴയ നിയമത്തിലൊക്കെയും സ്തോത്രം ഹല്ലേലൂയ അബദ്ധവശാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു തെറ്റ് വന്നാൽ, അല്ലെങ്കിൽ നാം അറിഞ്ഞോ അറിയാതെ നമ്മുടെ ജീവിതത്തിൽ, അറിഞ്ഞിട്ടല്ല അറിയാതെ ഒരു പിഴവ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ അതിനെതിരാളി അവനെ ശിക്ഷിക്കാനോ അവനെ കൊന്നുകളയുവാനോ സ്തോത്രം ഹല്ലേലൂയ
വ്യവസ്ഥയുണ്ടെങ്കിൽ കൂടി, പിന്തുടരുവാനും കൊന്നുകളയാനും അവകാശമുണ്ടെങ്കിൽ കൂടി, ആ തെറ്റ് ചെയ്ത വ്യക്തി അല്ലെങ്കിൽ സ്തോത്രം ഹല്ലേലൂയ പിഴവ് പറ്റിയ വ്യക്തി, മനഃപൂർവ്വമല്ലാത്ത ഒരു തെറ്റ് തന്റെ ജീവിതത്തിൽ വന്നുപോയ ഓടിയൊരു സങ്കേത നഗരത്തിലേക്ക് ഓടി അതിൽ ചെന്ന് പ്രവേശിച്ചാൽ ആ വ്യക്തി ഒരിക്കലും ശിക്ഷിക്കാനോ കൊന്നുകളയുവാനോ സ്തോത്രം അദ്ദേഹത്തെ ഉപദ്രവിക്കുവാനോ പാടുള്ളതല്ല എന്നാണ് ന്യായപ്രമാണ പുസ്തകങ്ങളിലൊക്കെ മോശ മുഖേന കൊടുത്ത കൽപ്പനകളിലൊക്കെ അതിന്റെ ഭാഗങ്ങള് കാണുവാനായിട്ട് കഴിയുന്നു. സ്തോത്രം ഹല്ലേലൂയ. നമുക്ക് നല്ലൊരു സങ്കേതമാണ് യേശു എന്ന് പറയുന്നത്. ഹല്ലേലൂയ. നമുക്ക് ഓടിച്ചെല്ലുവാൻ, ഒരാവശ്യം വന്നാൽ ഒരു സഹായത്തിനായിട്ട് ഓടിച്ചെല്ലുവാൻ കൊള്ളാവുന്ന ഒരു നല്ല അഭയ സ്ഥാനമാണ് യേശു എന്ന് പറയുന്നത്. സ്തോത്രം. പുതിയ നിയമത്തിൽ നമുക്കറിയാൻ കഴിയുന്നത് സ്തോത്രം ദൈവത്തിന്റെ പാദപീഠത്തിൽ, അല്ലെങ്കിൽ കൃപാസനത്തിൽ തക്ക സമയത്ത് സഹായത്തിനുള്ള വരം ലഭിക്കേണ്ടതിന് ദൈവത്തിന്റെ കൃപാസനത്തിൽ ഓടി വരുവാൻ, ധൈര്യത്തോടെ അടുത്ത് വരുവാനുള്ള, പ്രവേശിക്കുവാനുള്ള ഒരു അധികാരം ദൈവമക്കൾക്ക് ദൈവം നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ദൈവം നമുക്കൊരു സങ്കേതമാണ്, നല്ല ഒരു സങ്കേതമാണ്. സ്വർഗ്ഗങ്ങളുടെ സിംഹാസനം, ഭൂമി അങ്ങയുടെ പാദപീഠമാകിയാൽ ആ പാദപീഠത്തിൽ നമ്മുടെ ആവശ്യങ്ങളുമായി ഓടിച്ചെന്നാൽ, നമുക്കൊരു പിഴവ് പറ്റിയാൽ, നമുക്കൊരു തെറ്റ് പറ്റിയാൽ, അല്ലെങ്കിൽ ഒരു ആവശ്യമുണ്ട് സ്വർഗ്ഗം കാര്യം സാധിപ്പിക്കാൻ ദൈവം മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ഓടിച്ചെല്ലുവാൻ ഒരു രക്ഷാസങ്കേതമായി, അഭയമായി നമുക്ക് ദൈവത്തിന്റെ പാദപീഠമുണ്ട്, സങ്കേതമുണ്ട്. തൊട്ടടുത്ത വാക്യം പറയുന്നു, സങ്കേതവും ബലവുമാണ്. ദൈവം നമുക്കൊരു ബലമാണ്. ഹല്ലേലൂയ. ബലം എന്ന് പറഞ്ഞാൽ സ്തോത്രം ഹല്ലേലൂയ, സ്തോത്രം ഹല്ലേലൂയ. ദൈവം ബലവാനാണ്. നമുക്ക് പറയാം, പ്രകൃതിയിൽ ഈ പ്രപഞ്ചത്തിൽ 5 തരത്തിലുള്ള ബലങ്ങളെ നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധീകരിപ്പാൻ ആഗ്രഹിക്കുന്ന സമയം പോരായിക്കൊണ്ട് ഈ 5 ബലത്തെ നിർമ്മിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ ബലം കൊണ്ടാണ്. ദൈവത്തിന്റെ വചനം കൊണ്ടാണ്. അങ്ങനെയെങ്കിൽ ഈ 5 ബലത്തെയും നിയന്ത്രിക്കുന്ന, മനുഷ്യന് നിയന്ത്രിക്കാൻ കഴിയാത്ത ചില ബലങ്ങൾ പോലും പ്രപഞ്ചത്തിലുണ്ട്. എന്നാൽ ഈ ബലത്തെ ഒക്കെയും സൃഷ്ടിച്ചത് ദൈവത്തിന്റെ ബലം കൊണ്ടാണ്, ദൈവത്തിന്റെ വചനം കൊണ്ടാണ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഈ ദൈവത്തിന്റെ ബലത്തിൽ ആശ്രയിച്ചാൽ ദൈവത്തിന്റെ ബലം നമ്മൾ പ്രാപിച്ചാൽ നമുക്ക് ഈ 5 ബലങ്ങളിലും അതീതമായി അതിനെ നിയന്ത്രിക്കുവാൻ, അതിന്റെ സാഹചര്യങ്ങളെ, അത് നിമിത്തമുള്ള സാഹചര്യങ്ങളെ മാറ്റം വരുത്തുവാനൊക്കെ നമുക്ക് ദൈവം പ്രാപ്തി തരുവായിരിക്കും. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം ഹല്ലേലൂയ. കർത്താവ് ബലവാനാണ്. എഫേസ്യ ലേഖനം 6-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഒടുവിൽ കർത്താവിനും അവന്റെ അമിത ബലത്തിനും ശക്തിപ്പെടുന്നു. ഹല്ലേലൂയ. ഒടുവിൽ നമ്മുടെ ജീവിതത്തിലെ ഏതൊരു പ്രതിസന്ധിയിലും, ഏതൊരു സാഹചര്യത്തിലും അവസാനം നാം ചെന്നെത്തുന്നത് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കും. അതുകൊണ്ട് എഫേസ്യ ലേഖനത്തിൽ 6-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ പറയുന്ന ഒടുവിൽ, അല്ലെ, രോഗം വന്നും അതികഠിനമായി കഴിയുമ്പോഴാണ് നമ്മൾ, ഡോക്ടർമാർ ഉപേക്ഷിച്ച് കഴിയുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹല്ലേലൂയ. ദൈവത്തിൽ ആശ്രയിക്കുന്നത്. ഒടുവിൽ സ്വന്തം കർത്താവിനും അവന്റെ അമിതബലം, ദൈവത്തിൽ യേശുവിൽ പകർന്നിരിക്കുന്ന അവന്റെ അമിതബലമായ പരിശുദ്ധാത്മാവിലും, അല്ലെങ്കിൽ ആ ദൈവത്തിന്റെ വചനത്തിലും പരിശുദ്ധാത്മാവിന്റെ നിറവിലും നമ്മൾ ആശ്രയിക്കുന്നെങ്കിൽ നമുക്ക് അതിൽ നിന്നൊരു വിടുതൽ പ്രാപിപ്പാനായിട്ട് ഇടയായി തീരും. ഹല്ലേലൂയ. അവിടെ പറയുന്നത്, അടുത്ത സങ്കീർത്തനത്തിന്റെ അടുത്ത ഭാഗത്തിൽ പറയുന്നു, കഷ്ടങ്ങളിൽ അവൻ അടുത്ത തുണയായിരിക്കുന്നു. ഹല്ലേലൂയ. കഷ്ടങ്ങളിൽ നമുക്കറിയാം, ഈ ലോകത്തിൽ കഷ്ടങ്ങൾ നേരിടുന്ന ഒരുപാട് പേരുണ്ട്. ഹല്ലേലൂയ. നമ്മളടക്കം വിശ്വാസ ജീവിതത്തിൽ കഷ്ടങ്ങൾ ഏൽക്കുന്നവർ യേശുവിനെ വിശ്വസിച്ച നിമിത്തം, ക്രിസ്തീയ ജീവിതം നയിക്കുന്ന നിമിത്തം കഷ്ടങ്ങൾ അനുഭവിക്കുന്നവർ. എന്നാൽ ഈ കഷ്ടങ്ങളിലും ഏറ്റവും തുണയായിരിക്കും. നമുക്കറിയാം, ഈ ലോകത്തിൽ ഒരുപാട് പേർ നമുക്ക് തുണയായി ഹല്ലേലൂയ സഖിയായോ തുണയായോ ഉണ്ടായെങ്കിലും ഹല്ലേലൂയ ഏറ്റവും അധികമായി രക്തബന്ധങ്ങൾ മാറിപ്പോയാൽ ദാവീദ് പറയുന്ന, അപ്പനോ അമ്മയും ഉപേക്ഷിച്ചാലും യഹോവ എന്നെ ചേർത്ത് കൊള്ളുമെന്ന്. ഹല്ലേലൂയ. കൂടെ നിൽക്കേണ്ടവർ, അല്ലെങ്കിൽ സഹായിക്കേണ്ടവർ പലരും നമ്മെ വിട്ടുമാറിയാലും ഹല്ലേലൂയ നമ്മൾ ആശ്രയം വെച്ചവർ, നാം പ്രതീക്ഷിച്ചവർ, നാം പലപ്പോഴും ആശ്രയിച്ചു നിന്നവർ, ഡിപ്പെൻഡ് ചെയ്തവർ ഒക്കെ നമ്മെ വിട്ട് മാറി നിൽക്കുമ്പോഴും നമുക്ക് തുണയായി സ്തോത്രം തക്ക സമയത്ത് പ്രവർത്തിക്കുവാൻ നമുക്ക് വേണ്ടി വെളിപ്പെടുന്ന, ഇറങ്ങി വരുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ ഹല്ലേലൂയ നാം വിശ്വസിക്കുന്ന ജീവനുള്ള ദൈവമാണ്. ഹല്ലേലൂയ. എവിടെ പറയുന്നത്? അവൻ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. ഹല്ലേലൂയ. കഷ്ടങ്ങളിൽ നമ്മെ വഴി നടത്തുവാൻ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് കഷ്ടതയിലായിരിക്കുന്ന ആരും എന്ത് ചെയ്യേണ്ട? ഭാരം
ഭയപ്പെടണ്ട. ആമേ കർത്താവ് തുണയായി ആമേ വെളിപ്പെടുവാനിടയായി തരും. ഹല്ലേലൂയ. ആരുമില്ലെങ്കിലും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് നമ്മൾ കടന്നു പോകുന്നതെങ്കിലും അവിടെ തുണയായി വെളിപ്പെടുവാൻ ദൈവത്തിന് കഴിയും. ആമേ അതിന്റെ അടുത്ത ഭാഗം രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നു, അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും ആമേ ഹല്ലേലൂയ. നമുക്കറിയാം ഈ നാം താമസിക്കുന്ന അധിവസിക്കുന്ന ഭൂമി മാറിപ്പോകുന്ന സാഹചര്യം വന്നാലും, പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്ര മധ്യേ വീണെന്ന് പറഞ്ഞാലും, അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും, അതിന്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകില്ല. എന്തുകൊണ്ട്? നാം എന്ന് പറയുന്ന ദൈവത്തെ വിശ്വസിക്കുന്നവർ, ഭക്തരായവർ, കൊരഹുതരന്മാർ പറയുകയാണോ, നാം എന്ത് ചെയ്തില്ല? ഭയപ്പെടത്തില്ല. എന്തുകൊണ്ടാണ് ഭയപ്പെടാതെ? ഹല്ലേലൂയ. നമ്മെ ഉറപ്പിക്കുന്ന, നമ്മെ പണിതെടുക്കുന്ന, നമ്മെ സഹായിക്കുന്ന സ്വന്തം ഹല്ലേലൂയ സംഗീതമായി നിൽക്കുന്ന, ബലമായി നിൽക്കുന്ന, തുണയായി നിൽക്കുന്ന, വിശ്വസ്തത പുലർത്തുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ആ ദൈവത്തെ നാം അറിഞ്ഞതുകൊണ്ട്, സ്വന്തം ആ ദൈവത്തിന്റെ കരുണ അറിഞ്ഞതുകൊണ്ട്, ആ ദൈവത്തിന്റെ ശക്തി അറിഞ്ഞതുകൊണ്ടാണ്, ആ ദൈവത്തെ യഥാർത്ഥമായി അനുഭവിച്ചറിയുന്നവർക്ക് സ്വന്തം ഭയപ്പെടാതെ ഏത് സാഹചര്യത്തിലും ഉറച്ചു നിൽക്കുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. ഇതുവരെ ആർക്കും അങ്ങനെ ഉറച്ചു നിൽക്കാൻ കഴിയത്തില്ലെങ്കിൽ നാം ദൈവത്തിന്റെ ആശ്രയം വെക്കുക. ഹല്ലേലൂയ. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ ആ ശക്തിയിൽ നാം ആശ്രയിക്കുക, ദൈവത്തിന്റെ കരുണയിൽ നാം ആശ്രയിക്കുക, അവനോട് അടുത്ത് ചെല്ലുക. സങ്കീർത്തനം എന്റെ അടുത്ത ഭാഗത്ത് പറയുന്നത് ഒരു നദി, 4-ാമത്തെ വാക്യത്തിൽ പറയുന്ന ഒരു നദിയുണ്ട്, അതിന്റെ തോടുകൾ ദൈവനഗരത്തെ, അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കും. ഒരു നദിയുണ്ട്, അതിന്റെ തോടുകൾ ദൈവനഗരത്തെ ഹല്ലേലൂയ എന്ത് ചെയ്യുന്നു? ദൈവനഗരത്തെ, അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. ദൈവത്തിന്റെ വിശുദ്ധ നിവാസം എന്ന് പറയുന്നത് ആരാണ്? ദൈവം നമ്മിൽ തന്നെയാണ് വസിക്കുന്നത്. നമുക്കറിയാം വരും കാലഘട്ടങ്ങളിൽ കർത്താവിന്റെ വരവോടെ ഈ ഭൂമിയിൽ കർത്താവ് രാജാവായി ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരുന്ന് ഭരിക്കുന്നതിനെ പറ്റി കർത്താവിന്റെ സന്നിധിയിലായിരിക്കുന്നതിനെ പറ്റി, ആ സന്തോഷത്തെ പറ്റി ഒക്കെയാണ് പറയുന്നതെങ്കിലും ഇവിടെ ഒരു നദി ഉണ്ട്. ഹല്ലേലൂയ. നമുക്കറിയാം യെഹെസ്കേൽ പ്രവചനം 47-ാം അധ്യായത്തിൽ ഒരു നദിയെ നമുക്ക് കാണാൻ കഴിയുന്നു. ഹല്ലേലൂയ. ആലയത്തിന്റെ ഉമ്മരപ്പടിയുടെ കീഴിൽ നിന്ന് ഒരു നദി പുറപ്പെടുന്നു. ഹല്ലേലൂയ. ആ നദി ചേരുന്നിടത്തൊക്കെയും ഹല്ലേലൂയ ചലിക്കുന്ന പ്രാണികൾ എന്ത് ചെയ്യും? ജീവിക്കും. ഹല്ലേലൂയ. ചലിക്കുന്ന സകല പ്രാണികളും ജീവിപ്പാനായിട്ടിടയായി തീരും. ഹല്ലേലൂയ. 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 അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവെന്ന ദൈവശക്തി എന്ന ദൈവവചനമെന്ന പരിശുദ്ധാത്മാവിന്റെ നിറവെന്ന അനുഭവത്തിലൂടെ നാം ജീവിക്കുന്നെങ്കിൽ, നാം ആയിരിക്കുന്നിടത്ത്, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലൊക്കെയും ഈ നദി ആലയത്തിന്റെ ഉമ്മറപ്പടിയുടെ കീഴിൽ നിന്ന്, നമുക്കറിയാം ഈ നദിയെ പറ്റി ഞാൻ വിശദീകരിക്കേണ്ട. അതൊരു ദൂതൻ അത് അളക്കുന്നതായിട്ട് കാണാൻ കഴിയും. 1000 മുഴം അളന്നു. ഹല്ലേലൂയ. അളന്നു കഴിഞ്ഞിട്ട് പ്രവാചകൻ എന്ത് ചെയ്തു? നടക്കുന്നു. യെഹെസ്കേൽ പ്രവാചകൻ ആത്മാവിൽ കാണുന്നു. നടന്നപ്പോൾ അത് നരിയാണിയോളമായി. വീണ്ടും ദൂതൻ 1000 മുഴം അളന്നു. അത് ആ നദി മുട്ടോളമായി. ഹല്ലേലൂയ. പിന്നെയും 1000 മുഴം അളന്നപ്പോൾ അത് അരയോളമായി. പിന്നെയും 1000 മുഴം അളന്നു. അത് നീന്തിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത ആത്മനദിയുടെ ഒരു വലിയ അനുഭവത്തിലേക്ക്, എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിൽ നടത്തപ്പെടുന്ന, നമ്മുടെ ഒന്നും കഴിവിലല്ല. മുട്ടോളമാണെങ്കിൽ നമുക്ക് നടക്കാം. അരയോളമാണെങ്കിൽ പിന്നെയും നമുക്ക് നടക്കുവാനോ നീന്തുവാനോ കഴിയും. എന്നാൽ അതിനപ്പുറമായി നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയാതെ, നീന്തിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത ഒരു ആത്മനദിയുടെ അനുഭവത്തിലേക്ക് ഹല്ലേലൂയ കൊണ്ടുപോകുന്ന നദിയെ പറ്റി, പരിശുദ്ധാത്മാവിന്റെ നിറവിനെ പറ്റി ഹല്ലേലൂയ നമ്മുടെ ഒന്നും ഹല്ലേലൂയ കൺട്രോളല്ല, അതിനപ്പുറമായി നമ്മെ അതിലേക്ക് ആ സ്നേഹത്തിൽ, അതിന്റെ ആഴങ്ങളിലേക്ക് നടത്തുന്ന ആ ഒരു നദിയെ പറ്റി കാണാൻ കഴിയും. ഹല്ലേലൂയ. ഇതിന്റെ അവസാനം ഇടയ്ക്കുള്ള ഭാഗങ്ങൾ പറയുന്ന പ്രകാരം ഞാൻ വാക്യം എടുക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ആ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും ചലിക്കുന്ന പ്രാണികൾ എന്ത് ചെയ്യും? ജീവിപ്പാനിടയായി തീരും. ആ നദി ചെന്ന് ചേരുന്നിടത്ത്, എന്ന് വെച്ചാൽ ഈ പരിശുദ്ധാത്മാവിന്റെ നദി എന്റെ ജീവിതത്തിലാണോ വരുന്നത്? നിങ്ങളുടെ ഓരോരുത്തരും ജീവിതത്തിലാണോ ഈ നദി, പരിശുദ്ധാത്മാവിന്റെ നദിയുടെ അനുഭവത്തിലേക്ക് നിങ്ങൾ വരുന്നെങ്കിൽ, നിങ്ങളായിരിക്കുന്നിടത്തേക്ക് നദി വരുമ്പോൾ, നിങ്ങളുടെ ലൈഫിലേക്ക് പരിശുദ്ധാത്മാവിന്റെ നദിയുടെ സ്പർശനം വരുമ്പോൾ നിങ്ങൾ ചലിക്കുമെങ്കിൽ, നിങ്ങൾ അതിനോട് പ്രതികരിക്കുമെങ്കിൽ, നിങ്ങൾ അതിനെ സ്വീകരിക്കുമെങ്കിൽ, അതിനനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കുമെങ്കിൽ, ഹല്ലേലൂയ, ആ നദി ആഗ്രഹിക്കുന്ന
ആഗ്രഹിക്കുന്നത് അതിന്റെ കൺട്രോളിലേക്ക് നാം ആയി തീരണമെന്ന്. അവർ നീന്തിട്ടല്ലാതെ കടക്കുവാൻ കഴിയാത്ത ആത്മനദി അത് ആമെ പടിപടിയായി പരിശുദ്ധാത്മാവ് നടത്തുവാനിടയായി. എന്നാൽ നദി ചെന്ന് ചേരുന്നതൊക്കെയും ചലിക്കുന്ന പ്രാണികൾ ജീവിക്കും. മൗനമായിരിക്കുന്നവർ ജീവിക്കുന്ന എന്നല്ല പറഞ്ഞിരിക്കുന്നത്. സ്വതം സ്റ്റില്ലായിരിക്കുന്നവർ ചലിക്കാതിരിക്കുന്നവർ ജീവിക്കുമെന്നല്ല പറഞ്ഞിരുന്നത്. സ്വതം നദിയിൽ ഇറങ്ങിയാൽ ജീവിക്കുമെന്നല്ല പറഞ്ഞത്. ആ നദിയിൽ ഇറങ്ങി ചലിക്കുന്നവർ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും ചലിക്കുന്ന സകല പ്രാണികളും ജീവിക്കാനിടയായിരുന്നു. ദൈവവചനം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ പരിവർത്തനം ജീവിതത്തിൽ വെളിപ്പെടുമ്പോൾ, ദൈവത്തിന്റെ ആലോചന നമ്മുടെ ജീവിതത്തിൽ കേൾക്കപ്പെടുമ്പോൾ, സ്വതം ഹല്ലേലൂയ നാം അതിനുവേണ്ടി പ്രതികരിക്കുമ്പോൾ, നാം അതിനായി നമ്മൾ കരങ്ങൾ ഉയർത്തുമ്പോൾ, സ്വതം ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ഹല്ലേലൂയ ആ വചനത്തെ ഏറ്റെടുത്ത് അതിന് സ്വതം നാം സമർപ്പിച്ചു കൊടുക്കുമ്പോൾ നാം അതിലൂടെ ജീവിക്കാനായിട്ട് ഇടയായിത്തീരും. ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടുന്നവരായി തീരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ മൂന്നാമത്തെ സ്തോത്രം 2-3 വാക്യങ്ങൾ ഒരിക്കൽ കൂടെ വായിക്കുന്നു. സ്തോത്രം. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും, പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമത്തെ വീണാലും, അതിന് വെള്ളം വിതച്ചു കലങ്ങിയാലും, അതിന്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. കാരണം സ്വതം ഹല്ലേലൂയ എന്തൊക്കെ ഭയപ്പെടുന്ന സാഹചര്യങ്ങൾ വസ്തുതകൾ നമ്മുടെ ജീവിതത്തിൽ വന്നാലും ഹല്ലേലൂയ എവിടെയൊന്നും ഭയപ്പെടാതെ വണ്ണം ഹല്ലേലൂയ നമ്മെ നടത്തുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്ന സ്വതം ദൈവശക്തി നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ അതുകൊണ്ട് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഞാൻ ഈ സൂമിൽ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ഇതിൽ ആരെങ്കിലും അകാരണമായ ഭയത്തോടെ വല്ലാത്ത ഭാരത്തോടെ വല്ലാത്തൊരു ഭയം പിടിമുറുകിയിട്ട് ഈ സൂമിലായിരിക്കുന്നെങ്കിൽ ഞാൻ പറയട്ടെ, സ്തോത്രം ഈ സന്ധ്യയെങ്കിൽ ഈ വചനം കേൾക്കുമ്പോൾ ഈ സങ്കീർത്തന പ്രബോധനം കേൾക്കുന്നവർ സ്തോത്രം ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന്റെ പരിവർത്തനം വെളിപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, നിങ്ങളെ ഭയം വിട്ടു മാറിപ്പോവാനിടയായിത്തീരും. ഹല്ലേലൂയ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുമെന്ന് തിരുവെഴുത്ത് പറയുന്നത്. അങ്ങനെയെങ്കിൽ യേശുവിലുള്ള തികഞ്ഞ സ്നേഹം നിങ്ങളുടെ ജീവിതത്തിലെ ഭയം മാറിപ്പോവാനിടയായിത്തീരും. ആ ദൈവത്തിൽ ആശ്രയം വെക്കുവാനായിട്ട് ഇടയായിത്തീരും. ആ ദൈവം നിങ്ങൾക്ക് ബലമായി തീരുവാനിടയായിത്തീരും. ആ ദൈവത്തിൽ ആശ്രയം വെക്കുക. ആ ദൈവം തന്നെയാണ് നമുക്ക് സങ്കേതമായിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ നിറവിലേക്കും പരിശുദ്ധാത്മാവിന്റെ അനുഭവത്തിലേക്കും ദൈവവചനത്തിന്റെ സ്തോത്രം പ്രത്യേക ഉപദേശത്തിലേക്കും നിറവിലേക്കും നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവം നമ്മെ ഈ വചനങ്ങളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരുടെ ജീവിതത്തിൽ ഭയങ്ങൾ വിട്ടു മാറിപ്പോകട്ടെ. സ്തോത്രം ഹല്ലേലൂയ. മറ്റൊന്നിലും ആശ്രയിക്കേണ്ട, ദൈവത്തിൽ മാത്രം ആശ്രയം വെക്കുക. ഹല്ലേലൂയ. ദൈവം സകലവും നന്നായി ചെയ്യുന്ന ദൈവമാണ്, സകലവും നിവർത്തിയിരിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് സ്തോത്രം ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനങ്ങളും സമയങ്ങളും പിന്നെയും വായിച്ച് നിങ്ങൾ ധ്യാനിക്കുക. ഇതിലെ വരികളിൽ നിങ്ങൾ പാടുക. ദൈവം നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. ഇത്രത്തോളം സമയം അനുവദിച്ചെന്ന സ്തോത്രം ഗ്രീസിയാന്റേക്കും എല്ലാവർക്കും കേട്ടിരുന്ന എല്ലാവരെയും എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നു. എല്ലാവരും ദൈവം ധാരാളം അനുഗ്രഹിക്കുന്നു. ആമേൻ. ആമേൻ, ആമേൻ, ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനം വായിച്ച് പ്രബോധിപ്പിപ്പാൻ തക്കവണ്ണം പ്രിയ ദൈവദാസിനെ അവിടുന്ന് ദൈവം ഒരുക്കിയതിനായ ദൈവത്തിന് നമുക്ക് കൊടാനുകൂടി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കഴിഞ്ഞ രാത്രി കേട്ടതുപോലെ പ്രിയ മകൻ ഇനി ഒരു പാസ്റ്റർ എന്നുള്ള നിലയിൽ കർമ്മേലി പ്രസംഗിക്കത്തക്ക നിലവാരത്തിൽ കർത്താവ് വേഗത്തിൽ അതിനുള്ള വേദികളും ക്രമീകരണങ്ങളും ഒക്കെ ഒരുക്കി തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ദൈവം നമ്മുടെ സങ്കേതവും ബലവും ആ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയാ. അവന്റെ അവസാന വാക്യം പറയും, സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്. യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാവുന്നു. സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ടെങ്കിൽ എന്തെല്ലാം നദികളും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രവിദ്യ വീണാലും അതിന്റെ ഇരച്ചിൽ കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും ഒരു ദൈവഭയതന് ഭയപ്പെടേണ്ട. കാരണം എല്ലായ്പ്പോഴും സൈന്യങ്ങളുടെ യഹോവ രാജാവായി നമ്മോട് കൂടെയുണ്ട്. ഇന്ന് രാത്രികാലം കേൾക്കപ്പെട്ട സങ്കീർത്തനത്തിന് മുമ്പിൽ നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം. വീണ്ടും നമുക്ക് നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. വേഗത്തിൽ പ്രാർത്ഥനാ വിഷയങ്ങൾ പറയുമ്പോൾ പ്രിയപ്പെട്ടവരെല്ലാം ഒരാൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ മറ്റൊരാൾ ആ വിഷയം ഏറ്റെടുത്തങ്ങ് വേഗത്തിൽ പ്രാർത്ഥിക്കണം. എങ്കിലേ നമുക്കിന്ന് രാത്രികാലം ദൈവദാസിയുടെ ശുശ്രൂഷ നമുക്ക് അനുഭവിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് പ്രാർത്ഥനാ വിഷയങ്ങളെ പറയുമ്പോൾ ദയവായി പ്രാർത്ഥിക്കണമേ എന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ആദ്യമായിട്ട് നമ്മുടെ കർമ്മേൽ പ്രയർ ഗ്രൂപ്പിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതിൽ കയറുന്ന സകല കുടുംബങ്ങളെയും അവരുടെ തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കാൻ. 2.5 വർഷമായി ദൈവം നമ്മെ നിർത്തിയതാ. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ അവസ്ഥകളും ദൈവം നമ്മോട് കൂടെ ഇരുന്ന് ഒരു ദിവസം പോലും സാഹചര്യങ്ങളെ ക്ലൈമറ്റുകളൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുമ്പോഴും കർമ്മേൽ പ്രയർ ഗ്രൂപ്പിന്റെ സമയമാകുമ്പോഴേ കർത്താവ് ഒരു ബുദ്ധിമുട്ടും കൂടാതെ പ്രിയപ്പെട്ടവർക്ക് കൂടി വരുവാനൊക്കെയും സാഹചര്യങ്ങളെല്ലാം ഒരുക്കിയ ദൈവത്തിന് കോടാനുകൂടി സ്തോത്രം ചെയ്യാം. അതുപോലെ നമ്മുടെ 2.5 വർഷക്കാലമായി ഒരുപാട് അഭിഷിക്തന്മാരും അഭിഷിക്തമാരും ഒക്കെ നമ്മുടെ കർമ്മേൽ പ്രയർ ഗ്രൂപ്പിൽ കയറി ദൈവവചനം സംസാരിച്ച് നമ്മെ ബലപ്പെടുത്തി അവരെ, അവരുടെ കുടുംബങ്ങളെ, അവരായിരിക്കുന്ന രാജ്യങ്ങളെ ഇന്ന് രാത്രികാലം നമുക്ക് ഒരുമിച്ച് നമ്മുടെ തലമുറകളെ
പിഞ്ചുവൈതങ്ങളെ, അതുപോലെ യൗവനക്കാരായ കുഞ്ഞുങ്ങളെ, വിവാഹപ്രായമായ കുഞ്ഞുങ്ങളെ, അതുപോലെ തന്നെ തലമുറകളില്ലാതെ ഭാരപ്പെടുന്നവരെ, ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരെ എല്ലാവരെയും കൂടെ ഒരുമിച്ച് വഹിച്ചുകൊണ്ട് അമ്മാളമ്മ പ്രാർത്ഥിച്ചാട്ടെ. താവേ സ്തോത്രം സ്തോത്രം സ്തോത്രം. സ്തോത്രം 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 കർത്താവേ. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും അക്കമറത്തുനമേ നല്ല കർത്താവേ, ഈ രാത്രികാലം കർത്താവേ ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തിൽ അടുത്ത് വരുന്ന കർത്താവേ, ഞങ്ങൾ പ്രഭാതത്തിലും രാത്രിയിലുമായി കർത്താവെ ഞങ്ങളായിരിക്കുന്ന സ്ഥലത്ത് കർത്താവ് ഞങ്ങളെ സൂക്ഷിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഗൂഗിൾ മീറ്റിനെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദിനംതോറും വളരുമാറാക്കുന്ന കർത്തന്റെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ മീറ്റിനെ കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേകരെ കർത്താവ് കൂട്ടിവരുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇതിൽ കയറിയിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും കർത്താവെ തൃക്കരത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇതിന്റെ ആത്മീനെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദിനംതോറും ഇത് നടത്തുവാനുള്ള ശക്തിയും കൃപയും കർത്താവ് കൊടുക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ആയിരിക്കുന്ന രാജ്യത്തെ കർത്താവെ അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രതികൂലങ്ങളെ, പ്രതിസന്ധികളൊക്കെ കർത്താവ് മാറ്റി കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആയിരിക്കുന്ന ഭവനത്തെ കർത്താവ് അനുഗ്രഹിക്കണമേ. മാതാപിതാക്കളെ കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കിച്ചുവിനെ റിറ്റിയെയും കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കുമാറാകണമേ. അവരോടുള്ള വാഗ്ദത്തങ്ങളെല്ലാം കർത്താവ് ദിവസങ്ങൾ നിറവേറ്റി കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സേറെ ജോക്കുട്ടിനെയും കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പൈതങ്ങൾക്കായി സ്വാരോഗ്യം ദൈവകൃപയും കൊടുത്തു മാനിക്കുമാറാകണമേ. മാതാപിതാക്കളെ അനുസരിക്കുന്ന മക്കളായി ദൈവസഭയ്ക്കും മാനമായി തീരുവാൻ തക്കണം ദൈവം അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പെണ്ണമാംചിയ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ പാടി കർത്താവിനെ ആരാധിക്കുവാൻ കർത്താവ് കൊടുത്തിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും കർത്താവ് മറുപടി കൊടുക്കണമേ. കർത്താവെ, ആയുസ്സും ആരോഗ്യം നൽകി മാനിക്കുമാറാകണമേ. കർത്താവെ, സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഹല്ലേലൂയ. സ്തോത്രം കർത്താവെ, സ്തോത്രം സ്തോത്രം കർത്താവെ. ആമേൻ. ബീനായ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ. പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് കർത്താവ് മറുപടി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അജിത്ത് KS ആറന്മുള കർത്താവെ, ഹല്ലേലൂയ. ആദ്യമായി കർത്താവെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ കടന്നു വന്നാണെന്ന് തോന്നുന്ന കർത്താവെ, ഗ്രൂപ്പിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സകല പ്രാർത്ഥനാ വിഷയങ്ങളെയും കർത്താവ് മാനിച്ചനുഗ്രഹിക്കുമാറാകണമേ. കർത്താവെ, കർമ്മയിൽ വന്ന് ആരാധിക്കുവാൻ കൊടുത്ത കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഹല്ലേലൂയ. ബിന്ദുവിനെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്തോത്രം ചെയ്യുന്നു. എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും കർത്താവ് മറുപടി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജെഫിനെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ശുശ്രൂഷകളെ എല്ലാം കർത്താവ് മാനിക്കണമേ. വളരുമാറാക്കുന്ന ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാ മഹത്വവും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോൺസനെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനം വായിച്ച് പ്രബോധിക്കുവാൻ കർത്താവെ, ഹല്ലേലൂയ, കൊടുത്ത കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ശുശ്രൂഷയിൽ മുന്നേറുവാൻ ദൈവം സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലിസി മാത്യുവിനെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും ദൈവം മറുപടി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ. ലിസി മാത്യുവിനെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. മഞ്ജുഷയെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ, പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാത്യു ചാക്കോ ബ്രദറിനെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദാസന്റെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ദൈവം മറുപടി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. നാൻസി സജിയെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഹല്ലേലൂയ. സ്തോത്രം. പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി കൊടുക്കണമേ. കൊടുക്കപ്പെട്ടിരിക്കുന്ന എല്ലാ ദൂതുകളും ആലോചനകളും നിവർത്തിച്ചു കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സീന അനീഷിനെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ദൈവം മറുപടി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഷേർലിയെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും മറുപടി നൽകി മാനിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സൂസമ്മയെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആയിരിക്കുന്ന രാജ്യത്ത് കർത്താവ് അനുഗ്രഹിച്ചു മാനിക്കുമാറാകണമേ. പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ദൈവം മറുപടി കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്തോത്രം ചെയ്യുന്നു. വത്സമ്മയെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും ദൈവം മറുപടി കൊടുത്താട്ടെ. മാനിച്ചാട്ടെ കർത്താവെ. ഞങ്ങളുടെ ഗ്രൂപ്പിൽ കടന്നു വന്ന്
അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ചെയ്യുന്ന ദൈവദാസന്മാരെ എല്ലാം കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരായിരിക്കുന്ന സ്ഥാനത്ത് കർത്താവ് പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ഗ്രൂപ്പിൽ കടന്നു വന്ന് അനുഗ്രഹിക്കപ്പെട്ട ആരാധന വർഷിപ്പ് ലീഡ് ചെയ്ത എല്ലാ സഹോദരങ്ങളെയും കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ഗ്രൂപ്പിൽ കർത്താവെ, മാനസികമായും ശാരീരികമായും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാ രോഗികളെയും കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായ സൗഖ്യവും വിടുതലും കൽപ്പിക്കണമേ അപ്പാ. ജോൺസനെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ, ആവശ്യമായ സൗഖ്യം കർത്താവ് കൊടുത്തു മാനിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹപ്രായമായ കുഞ്ഞുങ്ങളെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം കർത്തന്റെ കരങ്ങളിൽ സുരക്ഷിതമായിരിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ, വേണ്ട ദൈവകൃപ കൊടുക്കണമേ അപ്പാ. അവർ ഏകനായിരിക്കുന്നു. കർത്താവെ, മനുഷ്യനേകനായിരിക്കുന്നു, നന്നല്ല, ഞാൻ തക്ക തുണയെ നൽകുമെന്നല്ല ചെയ്ത കർത്തന്റെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എത്രയും വേഗം അനുഗ്രഹിക്കപ്പെട്ട വിവാഹം നടത്തുവാൻ കർത്താവ് അനുഗ്രഹിക്കണം. ലോകരാജ്യങ്ങളെല്ലാം കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇസ്രയേലിനെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ത്യ മഹാരാജ്യത്തെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ കൊച്ചു കേരളത്തെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ, ഈ ദിവസങ്ങളിലൊക്കെ കർത്താവെ, ഹല്ലേലൂയ, ദുരന്തം ഞങ്ങളായിരുന്നു കർത്താവെ. ഹല്ലേലൂയ, ഞങ്ങളുടെ 2 പൈതങ്ങൾ കർത്താവെ. ഹല്ലേലൂയ, 2 പേരെയും കർത്താവെ വിളിച്ച് വേർതിരിച്ചല്ല കർത്താവെ. അവരുടെ കുടുംബങ്ങളെ കർത്താവ് ആശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ, ഞങ്ങളുടെ സ്റ്റീവിനെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ, സ്തോത്രം കർത്താവെ. കർത്താവെ, കുടുംബത്തിന് ആശ്വാസം കൊടുക്കണമേ. രാജേഷിനെയും ജിജിയും കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ, പൂർണ്ണ ആശ്വാസ കർത്താവ് കൊടുക്കണമേ. സ്വർഗീയ സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ അറിയുന്നവരും അറിയാത്തവരുമായ അനേകർ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുമ്പോൾ കർത്താവെ, ഞങ്ങളുടെ സമശിഷ്ടങ്ങൾക്ക് സമാധാനം നൽകി കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ സമസ്ത വിഷയങ്ങളും കർത്താവെ അപ്പന്റെ പുനഃപാദപീഠത്തിൽ സമർപ്പിക്കുന്നു. കർത്താവെ, അടിയനെയും കുടുംബത്തെയും കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ, ഇതാ ഞാനും എൻ്റെ മക്കളും വന്ന് കർത്താവെ, ദൈവവചനത്തിൽ പറയുന്നത് പോലെ കർത്താവെ ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ദൈവം മറുപടി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സന്തോഷിനെ, ആനയും അപ്പൂനെ, അലനെയും കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മുളി സാമുവലിനെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായ സൗഖ്യം നൽകി മാനിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സുജാ സജിയെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ അങ്ങനെ വേണ്ടപ്പെട്ടവരെ എല്ലാം കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ, എൻ്റെ പ്രിയനോ അത് ഉറക്കത്തിൽ കൊടുക്കുന്നു എന്നുള്ള വചനം കർത്താവെ രാത്രി ഞങ്ങളുടെ സഹോദരങ്ങളുടെ മേൽ ക്രിയ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് ഞങ്ങൾക്ക് വചനം ശുശ്രൂഷിക്കുന്ന പ്രിയദാസ് ഷിനോജിനെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയ ദൈവദാസെ കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഹല്ലേലൂയ, ഞങ്ങളുടെ മുൻപിൽ വചനവുമായി കടന്നു വരുമ്പോൾ കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട വചനം തന്ന കർത്താവ് ഞങ്ങളെ മാനിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. വചനം ആദ്യം തുറന്നു കൊടുത്താട്ട് കർത്താവെ, ഞങ്ങൾ സ്നേഹത്തോടെ ആദരവോടെ ശുശ്രൂഷയ്ക്കായി ദൈവദാസിയെ ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ആമേൻ. പ്രാർത്ഥന കേട്ട ദൈവത്തിന് കോടാനുകോടി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രാർത്ഥിച്ച പ്രിയ മാതാവിന് ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. വീണ്ടും നമുക്ക് നമ്മുടെ ഇനി കേരളത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. കേരളത്തിൽ ഈ നാളുകളിൽ ഒരുപാട് പനിയുടെ അസ്വസ്ഥതകളാലൊക്കെ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരുണ്ട്. മോനിഷയുടെ മാതാവ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഹോസ്പിറ്റലിലായിരുന്നു. പ്രിയ മാതാവിന് കൊടുത്ത വിടുതലിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. രോഗികളായി ഭാരപ്പെടുന്ന സകല പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ രോഗികളായി ഭാരപ്പെടുന്ന സകല പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. അനേക അഭിഷിക്തന്മാർ കഴിഞ്ഞ നാളുകളിലൊക്കെ ഈ പെട്ടകം ചുമി ഈ നാളുകളിൽ വാർദ്ധക്യത്തിന്റെ ക്ഷീണത്തിന്റെ ഒക്കെ ബുദ്ധിമുട്ടുകളും ഭാരത്തിൽ കൂടെ കടന്നു പോകുന്ന അനേക ദൈവദാസന്മാരുണ്ട്. അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. അതുപോലെ നമ്മുടെ കേരളത്തെ പ്രത്യേകിച്ച് ഓർത്ത് പ്രാർത്ഥിക്കുക. നിപ്പ വൈറസ്, കൊറോണ, അങ്ങനെയുള്ള അനവധി മഞ്ഞപ്പിത്തം പോലുള്ള മാരക രോഗങ്ങളൊക്കെ കടന്നു വരാതെ വണ്ണം പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് എല്ലാ കുടുംബങ്ങളും വിടിവിക്കപ്പെടുവാൻ തക്കവണ്ണം നമുക്ക് പ്രാർത്ഥിക്കാം.
പ്രാർത്ഥിക്കാം. നിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന നിന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് അതിൻ്റെ മുഖം അന്വേഷിക്കുമ്പോൾ ഞാൻ അവരുടെ പാപം ക്ഷമിച്ച് ദേശത്തിന് സൗഖ്യം തരാമെന്ന് പറഞ്ഞ കർത്താവിൻ്റെ പാദപ്പെടുത്തി നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചുകൊണ്ട് നമ്മുടെ കേരളത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ ഇന്ത്യ മഹാരാജ്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഇന്ത്യയും കേരളവും ഒക്കെ ഭരിക്കുന്ന എല്ലാ ഭരണകർത്താക്കളെയും നമുക്ക് ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈ നാളുകളിലൊക്കെ കേരളത്തിലെ ജനങ്ങൾക്കും ഇന്ത്യയിൽ പാർക്കുന്ന ജനങ്ങൾക്കൊക്കെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് സഹായങ്ങൾ ലഭിക്കുവാനും അതുപോലെ വടക്കേ ഇന്ത്യയിലൊക്കെ ഒത്തിരി കഷ്ടങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ദൈവദാസന്മാരുണ്ട്. അവരുടെ ശുശ്രൂഷകളെ ട്രൈബൽ മിനിസ്ട്രി പോലുള്ള അനേക മിനിസ്ട്രികളുണ്ട്, ബൈബിൾ സൊസൈറ്റികളെ, അതുപോലെ കൺവെൻഷനുകളെ, ഉപവാസ പ്രാർത്ഥനകളെ, മറ്റ് ബൈബിൾ ട്രാൻസ്ലേഷൻ മിനിസ്ട്രി, അങ്ങനെ ഒരുപാട് ദൈവനാമത്തിന് വേണ്ടി കഷ്ടതയിൽ കൂടെ കടന്നുപോയി ശുശ്രൂഷ എടുക്കുന്ന എല്ലാ അഭിഷക്തന്മാരെയും വഹിച്ചുകൊണ്ട് ജെബിൻ ബ്രദറെ പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസപിതാവേ, അനുഗ്രഹമായ ഈ ദിവസത്തിനായി സ്തോത്രം കർത്താവേ. ഞങ്ങൾ ഒരുമിച്ച് സൂമിൽ കടന്നു വരും കർത്താവ് ഇടയാക്കിയ കൃപയ്ക്കായി സ്തോത്രം കർത്താവേ. ദൈവകരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കും താവേ. കൂടപ്പെട്ട എല്ലാവരെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിത്താവേ. ഈ ലീഡ് ചെയ്യുന്ന ദൈവാസിയെ കർത്താവിനെ അനുഗ്രഹിക്കുന്നത് എന്റെ അഡ്മിനെ ഓർത്ത് പ്രാർത്ഥിക്കും താവേ. ഈ ഡിസ്ബേസിനെ നിയന്ത്രിക്കുന്ന ദൈവാസനെ ഓർത്ത് പ്രാർത്ഥിക്കും കർത്താവേ. ദൈവമേ, ഇന്ന് സങ്കീർത്തനം പ്രവചിച്ച ദൈവാസനെ ഒരു പ്രാവശ്യങ്ങൾ കർത്താവിന്റെ കരങ്ങൾ പാടി അമ്മച്ചിയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. ധാരാളം അനുഗ്രഹിക്കണമേ. ഇത് കേട്ടിരിക്കുന്ന ഓരോരുത്തരും ദൈവം ധാരാളമായി അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിക്കും കർത്താവ്. പ്രത്യേക കർത്താവ് അവസാന വചനമായി ശുശ്രൂഷിക്കാൻ നിൽക്കുന്ന ദൈവാസിയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ദൈവം കർത്താവ് എടുത്ത് ഉപയോഗിക്കണമേ. എന്നെ പ്രാർത്ഥിക്കാൻ ഏൽപ്പിച്ച വിഷയം കർത്താവെ, ഞങ്ങളുടെ നാട്ടിലെ ഇന്ത്യ കർത്താവ് കേരളത്തെയും ഇന്ത്യയും ഓർത്ത് പ്രാർത്ഥിക്കും കർത്താവ്. പ്രത്യേക കേരളത്തിൽ കൊറോണയുടെ ആരംഭമായിരിക്കാതെ കർത്താവെ വീണ്ടും കർത്താവ് പഴയ പോലെ ആയിരിക്കുന്നു കർത്താവ്. തുടങ്ങിയിരിക്കുകയാണ് കർത്താവ്. ദൈവം അറിയാതെ ഒന്നുമില്ല കർത്താവെ. നീ വിട്ടയക്കാതെ ഒന്നും കടന്നു വരത്തില്ല കർത്താവെ. നീ കൽപ്പിക്കാതെ കർത്താവെ ഒന്നും സംഭവിക്കത്തില്ല കർത്താവെ. ദൈവമേ കർത്താവെ, ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന എല്ലാ പകർച്ചവ്യാധിയിൽ നിന്ന് കർത്താവെ രാജ്യത്തെ വിടുവിക്കണേ. മനുഷ്യർക്കൊന്നും കഴിയത്തില്ല കർത്താവ്. മനുഷ്യർ പല ആലോചന പറയുമെങ്കിലും കർത്താവെ ദൈവത്തിന്റെ ആലോചന മാത്രമേ നിവർത്തിക്കത്തുള്ളൂ കർത്താവെ. ദൈവമേ, നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവെ. ദൈവമേ, രോഗത്താൽ ദുഃഖത്താൽ വലയുന്ന എല്ലാവരെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് വലിയ മഴയുടെ പ്രകൃതിക്ഷോഭത്താൽ പാർപ്പെടുന്നു കർത്താവെ. അതിന്റെയൊക്കെ തുടർച്ചയായുള്ള പകർച്ചവ്യാധികൾ വരാതെ കർത്താവെ ഞങ്ങളുടെ ദേശത്തെ കരുതലിനെ അപേക്ഷിക്കുന്നു കർത്താവെ. പ്രത്യേക ആരോഗ്യ പ്രവർത്തന മേഖലയിൽ ശുശ്രൂഷിക്കുന്ന സകല ഡോക്ടേഴ്സ്മാർ, നേഴ്സുമാർ, അവരെല്ലാം അതിന്റെ പ്രവർത്തനങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കത്താവേ. എല്ലാ ഹെൽത്ത് ഡിഫൻസറുകളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കത്താവേ. കർത്താവ് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കത്താവേ. ആർക്കും കർത്താവെ ദോഷമായിട്ടൊന്നും ഭവിക്കല്ലേ എന്ന് അപേക്ഷിക്കുന്നു. ദൈവരാജ്യത്തിന്റെ വളർച്ചയ്ക്കായി എല്ലാം തീരുവാൻ കർത്താവ് സഹായിക്കണം. ഭരണാധികാരികളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കത്താവേ. ഈ സൂമിറ്റ് പ്രദേശത്തിന് വേണ്ടി നശിക്കും, ജീവൻ വേണ്ടി നശിക്കുക ഓരോരുത്തരും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടെ ഇവിടെ ആയിരിക്കും രാജ്യങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കും. ദൈവപ്രവൃത്തി ഓരോ ജീവിതങ്ങൾ കർത്താവ് വെളിപ്പെടുന്ന അപേക്ഷിക്കും. എല്ലാ പകർച്ചയാതും പിടിവിക്കണം അപേക്ഷിക്കും കർത്താവേ. ഇന്ന് ഈ മീറ്റിംഗിൽ കടന്നു വന്നവരുടെ ജീവിതത്തിലും ആരെങ്കിലും രോഗത്താൽ ദുഃഖത്താൽ പാരത്താൽ വന്നിട്ടുണ്ടെങ്കിൽ കർത്താവ് ദൈവത്തിന്റെ വചനം അവരെ ആശ്വസിപ്പിക്കണം. ദൈവത്തിന്റെ വചനം അവരെ അയച്ച് വിടുവിക്കണം എന്ന് അപേക്ഷിക്കും കർത്താവേ. ഞങ്ങളുടെ പ്രാർത്ഥന ഞങ്ങളുടെ ദേശത്തിന് കർത്താവേ ഈ സുമിൽ കടന്നു വന്നവർക്ക് എല്ലാവരും അനുഗ്രഹമായി തീരുവാൻ കർത്താവ് ഇടയാക്കണമെന്ന് അപേക്ഷിക്കും. അവരെയും കർത്താവ് ഇന്നത്തെ വചനം സംസാരിക്കുന്നത് കേട്ട് വചനത്തിലൂടെ എല്ലാവരോടും സംസാരിക്കണം. ആരെങ്കിലും രോഗത്താൽ ദുഃഖത്താൽ പാരപ്പെടുന്നുണ്ട് വൻ തറന്നാൽ കടന്നു വരും വചനം വെച്ച് വിടുവിക്കണമെന്ന് അപേക്ഷിക്കും കർത്താവേ. ഞങ്ങളുടെ കർത്താവെ ഞങ്ങളുടെ സംസ്ഥാനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഭരണാധികാരികളെ ഓർത്ത് പ്രാർത്ഥിക്കും. ദൈവമേ, നേരോടെ ദൈവത്തിൽ ന്യായം പാലിപ്പാൻ, നേരോടെ ന്യായം വിധിപ്പാൻ കർത്താവ്, നേരോടെ ദൈവകാര്യം എല്ലാ കാര്യങ്ങളും ചെയ്തെടുപ്പാൻ കർത്താവ് ഇടയാക്കണമെന്ന് അപേക്ഷിക്കും കർത്താവേ. എല്ലാ വിഷയം തിരിച്ചറിലേക്ക് ഏൽപ്പിക്കും. അകത്തുള്ള സമയം ഉണ്ടായിരിക്കും. ദൈവരോട് നടക്കണമേ. ആളാം പ്രതി പേര് വരെ എല്ലാവരെയും കർത്താവ് ഞങ്ങൾ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗത്തിലും ഭൂമിയിലും സകലവിധ ആത്മീയ ബോധ്യം ഞങ്ങൾ നിറയ്ക്കണമെന്ന് അപേക്ഷിക്കുന്നു താവേ. ദൈവരോട് ഞങ്ങൾ നിറക്കണം. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിറക്കണം. എല്ലാ വിഷയം തിരുസനിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന യേശുനാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി നമുക്ക് ദൈവത്തെ കോടാനുകൂടി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രാർത്ഥിച്ച ജെബിൻ ബ്രദറിനെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ഇനി നമുക്ക് നമ്മുടെ ഗ്രൂപ്പിൽ ഒത്തിരി ആയിരങ്ങൾ കടഭാരത്താൽ ഞെരുങ്ങുന്നവരുണ്ട്, ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്. ഈ നാളുകളിൽ പ്രകൃതി ദുരന്തങ്ങളിൽ കൂടെ കടന്നുപോയി ഭവനം നഷ്ടപ്പെട്ടവരെ, വസ്തു നഷ്ടപ്പെട്ട ഒത്തിരി വയനാട്ടിൽ ഒരുപാട് പേരുണ്ട്. ഇനി ഒരു അനർത്ഥം ഉണ്ടാകരുത്. അതുപോലെ തന്നെ ലോൺ എടുത്തിട്ട് ലോൺ അടയ്ക്കാൻ കഴിയാതെ ഭാരപ്പെടുന്നവരുണ്ട്. കഷ്ടം അനുഭവിക്കുന്നവരെ എല്ലാം നമുക്ക് വഹിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ ഭവനം വാങ്ങിക്കുവാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, ഭവനം വിൽക്കുവാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അതുപോലെ നമ്മുടെ ലോകരാജ്യങ്ങളെല്ലാം വഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ അനേക കുഞ്ഞുങ്ങൾ വിദേശ രാജ്യങ്ങളിൽ, യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ആയിരിക്കുന്നുണ്ട്. അവിടുത്തെ രാജ്യങ്ങളുടെ നിയമങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്ക് അനുകൂലമാക്കുവാനും രാജ്യങ്ങളുടെ നിയമങ്ങൾക്കനുസരിച്ച് കുഞ്ഞുങ്ങളൊക്കെ അവിടെ ജീവിക്കാനൊക്കെയുള്ള ദൈവകൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അനേക യുവതീവാക്കന്മാർ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി കിടക്കുന്നവർക്ക് വേണ്ടി അക്ഷീണം പ്രവർത്തിക്കുന്ന അനേക ദൈവദാസന്മാരുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഒത്തിരി ചർച്ചുകളുണ്ട്. അവിടെയൊക്കെ നടക്കുന്ന ശുശ്രൂഷകളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുക. അനേക ആലയങ്ങൾ അടയ്ക്കപ്പെടുമ്പോൾ അനേക അഭിഷക്തന്മാർ കഷ്ടതയിൽ കൂടെ ദൈവാലയങ്ങൾ
കാര്യങ്ങളൊക്കെ പുനഃസ്ഥാപിച്ചുകൊണ്ട് ശുശ്രൂഷകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അവിടെയൊക്കെ തെക്ക് നിന്നും വടക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും കുഞ്ഞുങ്ങളൊക്കെ ഓടിക്കൂടുവാൻ ഒരു ഉണർവിന്റെ കാറ്റ് ആ ദേശങ്ങളിലൊക്കെ അടിക്കുവാൻ തക്കവണ്ണം വിദ്യാഭ്യാസത്തിലൊക്കെ ആയിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് സാമ്പത്തിക ഫണ്ടൊക്കെ ഉണ്ടാകുവാനും അതിനുള്ള വഴികളൊക്കെ തുറന്നു കൊടുക്കാനും ഒക്കെ വേണ്ടി നമുക്ക് എല്ലാ വിഷയങ്ങളെയും ചേർത്തുകൊണ്ട് അടിയൻ തന്നെ പ്രാർത്ഥിക്കാം. കർത്താവേ, സ്തോത്രം 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 സ്തോത്രം. രക്തത്താലും വചനത്താലും പരിശുദ്ധാത്മാവിനാലും കർമ്മേൽ പ്രയർ ഗ്രൂപ്പുള്ള സകല കുടുംബങ്ങളെയും മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്തോത്രം സ്തോത്രം. നാൾതോറും ഞങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുന്നയുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട രാത്രിയുടെ യാമത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, ദൈവം നമ്മുടെ സങ്കേതവും ബലവും ആ കഷ്ടങ്ങളിൽ അവന് ഏറ്റവും അടുത്ത തുണയാ. കർത്താവേ, അപ്പച്ച, അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമത്തിലെ വീണാലും അതിന്റെ ഇരച്ചിൽ കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. ഇന്ന് രാത്രി കാലം കേട്ടല്ലോ കർത്താവേ, സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെ ഉള്ളതോർത്ത് സ്തോത്രം സ്തോത്രം സ്തോത്രം. ഇന്ന് രാത്രി കാലം കർത്താവെ, ഞങ്ങളെ തന്നെ സമ്പൂർണമായി അപ്പന്റെ പാദപീഠത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ വാക്കുകൊണ്ട്, നോട്ടം കൊണ്ട്, ചിന്ത കൊണ്ട്, കൊടുക്കൽ വാങ്ങൽ ഇടപാടുകളൊക്കെ വന്നുപോയ സകല കുറവും ഞങ്ങളോട് ക്ഷമിക്കണമേ കർത്താവെ. ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ കൃപാസനത്തിലേക്ക് ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളുമായി അടുത്തു വരുന്ന കർത്താവെ. കഴിഞ്ഞ നാളുകളിൽ ഒത്തിരി പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ പ്രാർത്ഥിച്ചു വെച്ചിട്ടുണ്ട്. സ്വർഗത്തിലെ അപ്പൻ ഒന്നൊന്നായി അക്കമിട്ട് മറുപടി തന്നുകൊണ്ട് മാനിക്കുന്ന വിശ്വസതയ്ക്കായി നന്ദിയോടെ സ്തോത്രം. തന്റെ ഭക്തന്മാരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കുന്ന കർത്താവെ, ഇന്ന് രാത്രി കാലം ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ ഏൽപ്പിക്കുമ്പോൾ അപ്പാ അവിടുന്ന് ഞങ്ങളോട് കരുണ തോന്നണമേ കർത്താവ്. ഈ എളിയവൾ നിലവിളിച്ചു, യഹോവ കേട്ടു. സകല കഷ്ടങ്ങൾ ഞങ്ങളെ വിടുവിക്കുന്ന കർത്താവെ. ഞങ്ങളുടെ കടഭാരത്താൽ ഞെരുങ്ങുന്ന അനേകരുണ്ട് കർത്താവെ. ഉണ്ണുവാനില്ലാതെ, ഉടുക്കുവാനില്ല, കിടപ്പാനിടമില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവെ. അപ്പാ അവരെല്ലാം അവരുടെ പാദപീഠത്തിൽ ഏൽപ്പിക്കുക കർത്താവെ. എന്റെ അപ്പച്ചൻ സമ്പന്നനാകയാൽ കർത്താവെ, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും ഓരോ പ്രിയപ്പെട്ടവരെ നിറയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ഇന്നലകൾ അറിയുന്ന കർത്താവെ, ഞങ്ങളുടെ ഇന്നറിയുന്ന കർത്താവ്, ഞങ്ങളുടെ നാളെ ഞങ്ങൾ എന്താകുമെന്ന് അറിയുന്നത് അങ്ങ് മാത്രമാ കർത്താവെ. അപ്പച്ച, കടഭാരത്താൽ ഞെരുങ്ങി കർത്താവെ, ലോൺ അടയ്ക്കാൻ കഴിയാതെ വണ്ണം ഭാരപ്പെടുന്നുണ്ട് കർത്താവെ. അപ്പച്ച, ഈ നാളുകളിൽ മഴയുടെ ആധിക്യത്താൽ ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവ്. ആരും പട്ടിണി കിടക്കുവാനിടയാക്കല്ലേ. ഞങ്ങളുടെ ഈ ഇന്ത്യയിലൊന്നും ഒരു പട്ടിണി മരണം ഉണ്ടാകല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ജോലിയില്ലാത്തവർക്ക് വഴിയും വാതിലും തുറന്നു കൊടുക്കണമേ കർത്താവേ. അപ്പച്ച, എന്റെ യേശുവേ, എല്ലാ രാജ്യങ്ങളും ഉണർവിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക കർത്താവേ. അപ്പാ, അനേക യുവാക്കന്മാർ നശിച്ചു കൊണ്ടിരിക്കുന്നല്ല കർത്താവേ. അപ്പാ, ഒരു പാപിയത്തെ വെറുത്ത് പാപിയെ സ്നേഹിക്കുന്ന കർത്താവേ. അപ്പച്ച, അവിടുന്ന് ഓരോ പ്രിയപ്പെട്ടവരെയും അപ്പാ അവിടുന്ന് കരം പിടിച്ചുയർത്തണമേ കർത്താവേ. പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും മിസ്രൈമിടെ നിന്ന വലിയതെന്നെണ്ണിയ മോശയെ പോലെ കർത്താവയുടെ വിലയും തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുക സ്വർഗമിടയാകണം കർത്താവ്. യൂറോപ്യൻ രാജ്യങ്ങൾ, സൗദി അറേബ്യ പോലുള്ള മുസ്ലിം രാജ്യങ്ങളിലൊക്കെ കർത്താവെ നടക്കുന്ന എല്ലാ കൂട്ടായ്മകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന രാജ്യങ്ങളുടെ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുക. നീ എന്നോട് ചോദിച്ചു കൊടുക്കുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമാക്കി തരാമെന്ന് പറഞ്ഞ കർത്താവ്. എല്ലാ രാജ്യങ്ങളെയും ഞങ്ങൾ അവകാശത്തോടെ പ്രാർത്ഥിക്കുക. എല്ലാ രാജ്യങ്ങളിൽ നടക്കുന്ന കൂട്ടായ്മകൾ അനുഗ്രഹിക്കപ്പെടണമേ കർത്താവെ. സൂമുകളിലൊക്കെ ഒത്തിരി കൂട്ടായ്മകൾ നടക്കുന്നുണ്ട് അപ്പച്ച, അതിനെല്ലാം ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഒരു പാപിയെങ്കിലും മാനസാന്തരപ്പെടുവാൻ അപ്പൊ ക്ഷീണം പ്രവർത്തിക്കുന്ന എല്ലാ ദൈവദാസന്മാരെ അവരുടെ കുടുംബങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആർക്കും ഒരു ബുദ്ധിമുട്ടോ പ്രയാസോ ഭാരം അനുഭവിപ്പാനിടയാക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർമ്മേലിൽ ഓടിക്കയറിയ പ്രിയപ്പെട്ടവരെ എല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഓരോ കുടുംബങ്ങളെ അവരുടെ ആവശ്യങ്ങളെ കർത്താവെ. അപ്പൊ ഹന്ന രഹസ്യമായി കരഞ്ഞതുപോലെ ഭാരത്തോടെ കർത്താവെ, ഹന്നായ പോലെ ഹൃദയം പകർന്നുകൊണ്ടിരിക്കുന്നതെയും പ്രിയ മക്കളെ ഒക്കെ അങ്ങയുടെ പാദപീഠത്തിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുക കർത്താവെ. പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ ബലഹീനരാ, പ്രാർത്ഥന കേൾക്കുന്ന ഞങ്ങളുടെ ദൈവം വലിയവനാ കർത്താവെ. അപ്പൊ അങ്ങ് പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്ന് പറയത്തക്ക നിലവാർത്തി 6-ാം മാസം എന്റെ ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ലല്ലോ കർത്താവെ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന കർത്താവെ, ഞാൻ പ്രവർത്തിക്കുവാർ തടുക്കുക ആലോചന ഈ വലിയവനെ പ്രവൃത്തിയിൽ ശക്തിമാനായ കർത്താവെ. ഓരോ പ്രാർത്ഥനാ വിഷയങ്ങളിലും അവിടുന്ന് മറുപടി തന്നു മാനിക്കാൻ പോകുന്ന വിശ്വസ്തതയ്ക്കായി സ്തോത്രം സ്തോത്രം സ്തോത്രം.
രാത്രികാലം പാടിയ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിച്ചവരെ, വചനം സംസാരിച്ച ദൈവദാസിനെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവെ. ആവലോടെ ദൈവസന്നിധിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. രാത്രികാലം ഞങ്ങളുടെ മധ്യവചനവുമായി നിൽക്കുന്ന പ്രിയ ദൈവദാസി അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക കർത്താവെ. അപ്പാ സ്വർഗത്തിലെ അപ്പാ, രാത്രികാലം ഞങ്ങളോട് ശക്തവും വ്യക്തമായി സംസാരിക്കണം. അറിഞ്ഞിരിക്കുന്ന മർമ്മങ്ങളെ വെളിപ്പെടുത്തുമാറാകണം. പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവ് ആദ്യോടന്ന് നിയന്ത്രിച്ചു ഭരിക്കുമാറാകണം കർത്താവെ. നെറ്റിന്റെ യാതൊരുവിധ ബുദ്ധിമുട്ടുണ്ടാകല്ല കർത്താവെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കൂടി വരുവാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കണമേ. രാത്രി വചനം ഞങ്ങളോട് സംസാരിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയ കവാടം തുറക്കുമാറാകണം. ഞങ്ങൾ ഒരുമിച്ച് വചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ സഹായിക്കുക. അക്ഷരം കൊല്ലും ആത്മാവ് ജീവിപ്പിക്കുന്ന ശുശ്രൂഷ ചെയ്തെടുക്കുവാൻ ദൈവദാസി അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. തലമുറകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. സഭയാൻ കുടുംബങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. രാത്രികാലം എല്ലാ കുടുംബങ്ങളെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അങ്ങയുടെ മണ്ണിൽ ഇരുന്നു കൊണ്ട് നിറഞ്ഞ മനസ്സോട് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇസ്രായേലിന്റെ സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നു. യെരൂശലേമിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങയുടെ മണ്ണിലായിരുന്നു മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനൊക്കെ അടിയന് തരുന്ന സാവകാശത്തിനായി നന്ദിയോടെ സ്തോത്രം. എത്ര സ്തുതിച്ചാലും മതി വരില്ല കർത്താവെ. അടിയനെ സമ്പൂർണമായി താഴ്ത്തുന്നു. ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മി വ്യാപരിക്കുന്ന ശക്തിയാ കഴിവുള്ള കർത്താവിന്റെ കരങ്ങൾ എല്ലാ പ്രിയപ്പെട്ടവരുടെയും പ്രാർത്ഥനാവിഷയങ്ങളെ സ്തോത്രത്തോടെ ഏൽപ്പിച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും. സ്വർഗം പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. മറുപടി തന്ന് മാനിക്കുന്ന വിശ്വസ്തയ്ക്കായി സ്തോത്രം. സകലവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മയോടെ ചോദിക്കുന്നു. കൃപയോട് കേട്ടുത്തരം അരുളുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. ഇത്രത്തോളം സമയം നമുക്ക് വിവിധങ്ങളായ വിഷയങ്ങളുമായി ദൈവസന്നിധിയിലോട് അടുത്തു വരുവാൻ തക്കവണ്ണം ദൈവം നമ്മെ എല്ലാവരെയും സഹായിച്ചവൻ കൃപയ്ക്കായി സ്തോത്രം. പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ടവരെ ദൈവനാമത്തില് നന്ദിയോടെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. രാത്രി കാലത്തെ വചന ശുശ്രൂഷയ്ക്കായി പ്രിയ ദൈവദാസിയെ ഏറെ സ്നേഹത്തോടും ആദരവോടും കൂടെ ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ. വീഡിയോ വരാൻ പറ്റുന്നവർക്കൊക്കെ വീഡിയോ വരണേ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ കർമ്മേൽ ഗ്രൂപ്പില് കടന്നൊരുവാൻ സ്വർഗം ഒരുക്കിയ വിലയേറിയ ഭാഗ്യത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് ഇതിന്റെ അകത്ത് ശക്തമായി ചലിക്കുന്നു എന്ന് ഞാൻ ആത്മാവിൽ അറിയുന്നുണ്ട്. നിങ്ങൾ എത്ര പേര് അത് അനുഭവിക്കുന്നു എന്ന് എനിക്കറിയില്ല. വേഗത്തിൽ നമുക്കൊരു വേദഭാഗത്തിലേക്ക് കടന്നു വരാം. ലൂക്കോസിന്റെ സുവിശേഷം 24 അധ്യായം 1 വാക്യം. അവർ ഒഴുകിയ സുഗന്ധവർഗം എടുത്ത് ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം അതികാലത്ത് കല്ലറയ്ക്കൽ എത്തി. സ്തോത്രം. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ കൃപാസനത്തിന്റെ അടുക്കിലേക്ക് കടന്നു വരുന്നു കർത്താവേ. ഞങ്ങളോട് ഇന്ന് ഹൃദ്യമായി സംസാരിക്കണം കർത്താവെ. ആവശ്യഭാരത്താൽ നാഥ ഇതിന്റെ അകത്തായിരിക്കുന്ന ജനത്തിന്റെ മേൽ ദൈവത്തിന്റെ കരുണ വെളിപ്പെടണം. ഈ പ്രാരംഭ സമയത്ത് പരിശുദ്ധമ്മ വിളിച്ചു പറയുന്നു, ഇന്നലെ അഭിമുഖീകരിച്ച ചില വിഷയങ്ങൾ നിന്റെ കാൽ കീഴെ ആകാൻ പോകുന്നു. ഗ്രേസി സിസ്റ്ററോട് പരിശുദ്ധമ്മ ആലോചന പറയുന്നു, ഇന്ന് കണ്ട മിസ്രൈമിനെ നിങ്ങൾ ഒരു നാളും കാണുകയില്ല. കർത്താവിനെ കാണിക്കുന്ന ഒരു വലിയൊരു കുഴി കുടിച്ചിട്ട് അതിൻ്റെ അകത്ത് മൂടിക്കളയാൻ ദുഷ്ടം പദ്ധതിയിട്ടതാ. റീകബരകത്തിന് ശാരീരികമായി വല്ലാതെ ഭാരപ്പെടുത്തി ഞെരുക്കി അന്തുനീതരകസ്യ ശുശ്രൂഷയിൽ കയറി വരാൻ കഴിയാതെ നട്ടെല്ല് സംബന്ധിച്ച് കർത്താവിനെ കാണിക്കുന്നു വല്ലാതെ നടുവേദനയാൽ നിങ്ങൾ ഭാരപ്പെടുന്നു. കർത്താവ് പറയുന്നു, നിനക്ക് വേണ്ടി ദൈവം സൗഖ്യത്തിന്റെ കരം ഇപ്പോൾ റീകബസ് റൈറ്റ് നൗ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇരിക്കാനും എഴുന്നേൽക്കാനും വളരെയധികം ബുദ്ധിമുട്ടാണ്. പക്ഷെ ഒരു മീറ്റിംഗ് പോലും മുടക്കിയിട്ടില്ല. ഹല്ലേലൂയ. ഒരു ശുശ്രൂഷ പോലും മുടക്കിയിട്ടില്ല എന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു. റാതുരി ദരഗസി, എന്നെ സ്നേഹിക്കുന്നവനെ ഞാൻ സ്നേഹിക്കും. വചനപ്രകാരം പ്രിയ സഹോദരി, നിനക്കു വേണ്ടി കർത്താവ് ചിലത് തുറക്കാൻ പോകുന്നു. ആർക്കും ഇല്ലാത്ത ചിലത് റീകബരകുനി നിനക്കു വേണ്ടി ഒരു പ്രത്യേക വഴി കർത്താവ് തുറക്കുന്നെന്ന് ആത്മാവ് ആലോചന പറഞ്ഞു. ചില ലേഡീസ് മീറ്റിംഗ് പ്രിയ സഹോദരി നിന്റെ നേതൃത്വത്തിൽ നടത്തുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അന്തുരി ഗബരഗബിനി തലമുറയുടെ വിഷയത്തിന്റെ ചില വിദേശ യാത്രകളുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു. ഇന്നലെ വരെ കരഞ്ഞ ചില വിഷയത്തിന്റെ അകത്ത് മറുപടിയുമായി എഴുന്നേൽക്കുന്ന ഒരു രാത്രിയാണെന്ന് വിശ്വസിക്കാൻ തയ്യാറാകുമെങ്കിലും ആത്മാവിൽ സ്വീകരിച്ചു. വെറുതെ ആരും ഇരിക്കരുത്, അന്യഭാഷ പ്രാർത്ഥിച്ച് കയറി വന്നേ.
അന്തുരീക ബാലരീക ഭരകത്തിന് രേഖ എഴുതി നിനക്ക് വിരോധമായി ദുഷ്ടൻ എഴുന്നേറ്റ് വരുമ്പോൾ പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി ചരിക്കാൻ പോകുന്നു. നിനക്ക് വേണ്ടി അത്യന്ത ശക്തി വെളിപ്പെടാൻ പോകുന്നു. കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട നാഥ, സമയത്തിനായി നന്ദി. വിവിധ ടൈം സോണിന്റെ അകത്ത് ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ ദൈവമക്കളും ഓർക്കുന്നു. ഇന്ന് ഞങ്ങളോട് കൃത്യമായി സംസാരിക്കണം. അങ്ങയുടെ കൃപ പകരണം. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. അപ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 1-ാം വാക്യം നാം വായിച്ചു. അവർ ഒരുക്കിയ സുഗന്ധവർഗം എടുത്ത് ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം അതികാലത്ത് കല്ലറയ്ക്കരികെത്തി. യേശുവിന്റെ ക്രൂശീകരണ സമയം ഒരു അനുഭവമാണ് ഇതിന്റെ അകത്ത് പറയുന്നത്. ക്രൂശീകരണം കഴിഞ്ഞ ശേഷം യേശുവിന്റെ അമ്മ മറിയയും ശലോമയും മഗ്ദലക്കാരത്തി മറിയയും കൂടി യേശുവിനെ കാണാൻ പോകുന്നു. ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിനെ നിങ്ങളൊന്ന് കാണാൻ ശ്രമിച്ചാൽ അവൻ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വരും. ഹല്ലേലൂയ. അവിടെ പ്രതികൂലമായ സാഹചര്യമാണ്. സകലതും അവർക്ക് പ്രതികൂലമാണ്. അങ്ങനെ പറയാൻ കാരണം ഇരുട്ടുള്ളപ്പോൾ തന്നെയാണ് അവർ എഴുന്നേറ്റത്. ഹല്ലേലൂയ. ഇരുട്ടുള്ളപ്പോൾ അതികാലത്ത് എഴുന്നേറ്റു. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ ദൈവാത്മാവ് ആരോടൊക്കെ വിളിച്ചു പറയുന്നു. അതികാലത്ത് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം അമ്മമാരെ കർത്താവിനെ കാണിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന വൃഥാവല്ല. നിങ്ങളുടെ പ്രാർത്ഥനയുടെ ശബ്ദം സ്വർഗത്തിൽ എത്തിയിട്ടുണ്ടെന്ന് കർത്താവ് വിളിച്ചു പറഞ്ഞു. ലിൻസി മാത്യു പ്രിയ ആന്റിയോട് പരിശുദ്ധാത്മാവ് പറയുന്നു, അതിരാവിലെ 5:30 മണിക്കൊക്കെ എഴുന്നേറ്റിരുന്ന് കർത്താവിന്റെ സന്നിധി പ്രാർത്ഥിക്കുന്നത് ആത്മാവിനെ കാണിക്കുന്നു. ആന്റി, നിങ്ങളുടെ പ്രാർത്ഥന വൃഥാവല്ല. ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയെ പ്രസാദിക്കുന്ന ദൈവമാണ്. നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടി സ്വർഗം പടകിന്റെ അകത്ത് ഒരുക്കാൻ പോകുന്നു. അപ്പൊ ഇതിന്റെ അകത്ത് വല്ലാത്ത ഞെരുക്കം. കാരണം പടയാളികൾ കാവൽ നിൽക്കുകയാണ്. യേശുവിന്റെ ശരീരത്തിന് വേണ്ടി പടയാളികൾ കാവൽ നിൽക്കുന്നു. ഇരുട്ടുള്ള സമയമാണ്. മൂന്നാമത്തെ ബലഹീനത എന്ന് പറയുന്നത് അവര് 3 പേര് സ്ത്രീകളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ബലഹീനമായതിനെ കർത്താവ് ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇതിന്റെ അകത്ത് നിന്റെ സാഹചര്യം നിനക്കെതിരായിരിക്കാം. ശുശ്രൂഷ ചെയ്യാൻ, നിന്റെ ജോലിയില്, നിന്റെ കുടുംബ ജീവിതത്തിന്റെ അകത്ത് വല്ലാത്ത പ്രതിസന്ധികളിലൂടെ ആയിരിക്കാം നിങ്ങൾ പോകുന്നത്. പക്ഷെ കർത്താവ് പറയുന്നു, പ്രതിസന്ധികളെ നോക്കാതെ ഒരു കാൽ ചുവടെടുത്താൽ വയ്ക്കാൻ തയ്യാറാണോ? ബിന്ദു വിജയൻ ഭാരപ്പെടുന്ന, കടഭാരത്താൽ വളരെയധികം ഭാരപ്പെടുന്നു. എന്തു ചെയ്യണമെന്ന് നിങ്ങൾക്കറിയില്ല. ഒരു കർത്താവിനെ കാണിക്കും. ഹ്യൂജ് ആയിട്ടുള്ള ഒരു എമൗണ്ട് നിങ്ങളുടെ തലയിൽ ഒരു ഭാരമായിരിക്കുന്നത് കർത്താവിനെ കാണിക്കുന്നു. റിഖബരഗതുനെ, ഞാൻ എന്തു ചെയ്യും? നാളെ എന്റെ ഭാവി എന്താകുമെന്ന് ഓർത്ത് കരയുന്ന പ്രിയ സഹോദരി, കർത്താവിനെ കാണാനാണ് നീ ഇവിടെ ഇരിക്കുന്നെങ്കിൽ ദൈവം നിന്നോട് ഹൃദ്യമായി സംസാരിക്കും. ആരും നിന്നെ കണ്ടില്ലേലും സ്വർഗം നിന്നെ സംസാരിക്കും. നിന്റെ കണ്ണിൽ നിന്ന് ധാരധാരെ വിടുന്ന കണ്ണുനീർ തുള്ളിയുണ്ടല്ലോ, എന്റെ കർത്താവ് അത് കണ്ടിട്ടുണ്ടെന്ന് ആത്മാവ് വിളിച്ചു പറയുന്നു. എന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി എന്താകും? എന്റെ ഭാവി എന്താകും? എല്ലാം തീർന്നു, എല്ലാം അവസാനിച്ചു എന്ന് നിങ്ങൾ ഇന്ന് വിധി എഴുതിയിരിക്കുമ്പോൾ കർത്താവ് ചിലത് നിനക്ക് വേണ്ടി തുറക്കാൻ പോകുന്നു. ഒന്ന് വിശ്വസിക്കാം. ഒന്ന് പറഞ്ഞ് അവസാനിച്ചു എന്ന് ലോകം പറഞ്ഞെടുത്തു നിന്ന് ദൈവം ചിലത് നിനക്ക് വേണ്ടി തുറക്കുന്ന സാമ്പത്തികമായ മേഖലയിൽ ചില മറുപടികൾ സ്വർഗം തരാൻ പോകുന്നു. ഒന്ന് വിശ്വസിച്ചോ അത് വെളിപ്പെട്ട് വരും. ഹല്ലേലൂയ. അപ്പൊ സാഹചര്യങ്ങൾ പ്രതികൂലമായിരിക്കുമ്പോൾ ദൈവത്തെ കാണാൻ ഇറങ്ങുന്ന ആരെങ്കിലും ഇതിന്റെ അകത്തുണ്ടെങ്കിൽ കർത്താവ് പറയുന്നു, ദൈവരാജ്യത്തിന്റെ അകത്ത് നിങ്ങൾ ആയിരിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ മഹത്വം നിങ്ങൾ കാണാൻ പോകുന്നു. ദൈവരാജ്യത്തിന്റെ അകത്ത് ആയിരിക്കുക എന്ന് പറയുന്നത് ദൈവത്തിന്റെ മഹത്വം അനുഭവിക്കുക എന്നതിന് തുല്യമാണ്. ദൈവരാജ്യ ഭൂമി സ്ഥാപിതമാക്കാനാണ് എന്നെയും നിന്നെയും ഭൂമി കർത്താവ് ആക്കി വച്ചിരിക്കുന്നത്. നമ്മളിലൂടെയാണ് ദൈവരാജ്യം സ്ഥാപിക്കപ്പെടേണ്ടത്. നമ്മളെ കാണുന്നവരാണ് ദൈവത്തിന്റെ ഹിതം തിരിച്ചറിയേണ്ടത്. അതുകൊണ്ട് നമ്മൾ ക്രിസ്തുവിന് അനുരൂപരായി മാറണം. വിശുദ്ധിയും വേർപാടും ഉള്ള ജനമായി മാറണം. കുഞ്ഞാട്ടിന്റെ കാന്തയായി നാം മാറണം. മണവാളം വരുമ്പോ എടുക്കപ്പെടുന്ന ഒരു ജനറേഷനായി ഇതിന്റെ അകത്ത് നിന്ന് കർമ്മേൽ റികസ്യ പ്രെയർ ഗ്രൂപ്പിൽ നിന്ന് ചിലത് എഴുന്നേറ്റ് വരുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ അകത്ത് ഒരു ദൈവശക്തി കർത്താവ് പകർന്നിട്ടുണ്ട്. ഏത് ബലഹീനത വന്നാലും, ഏത് പ്രതികൂലങ്ങൾ വന്നാലും, ഏത് പ്രതിസന്ധികൾ വന്നാലും അതിനെ മറികടക്കാൻ കഴിയുന്ന ഒരു ദൈവശക്തി. എത്ര പേർക്കറിയാം നിങ്ങളുടെ അകത്തൊരു ദൈവശക്തി ഉണ്ടെന്ന്, നിങ്ങളുടെ മേൽ ഒരു അഭിഷേകം ഉണ്ടെന്ന്, നിങ്ങളുടെ കൂടെ കർത്താവ് ഉണ്ടെന്ന് എത്ര പേർ വിശ്വസിക്കുന്നോ അത് നിങ്ങളുടെ മേൽ വെളിപ്പെട്ട് വരും. ആ മഹത്വം നിങ്ങളുടെ മേൽ വെളിപ്പെടും. സുശീല രവി, പ്രിയ ആന്റി, പരിശുദ്ധന്മാർ പറയുന്നു, ആന്റി പ്രാർത്ഥിക്കുന്നതിന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരമായി കേട്ടോ. ചില വസ്തു സംബന്ധമായ ചില വഴക്കുകൾ പടകിൽ നിന്ന് മാറിപ്പോകുന്ന കർത്താവ് കാണിക്കുന്നു. ചില അവകാശങ്ങൾ ചിലർ പിടിച്ചു വെച്ചേക്കുക, പക്ഷെ നിങ്ങൾക്ക് കിട്ടേണ്ട ചില അവകാശങ്ങൾ നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരുന്നത് കർത്താവ് എന്നെ കാണിക്കുന്നു.
കാണിക്കുന്നു. വിശ്വസിക്കാമോ? നിങ്ങളുടെ പടകിന്റെ അകത്ത് അത് വെളിപ്പെടാൻ പോകുന്നു. സാഹചര്യം ഇല്ല പ്രാർത്ഥിക്കാൻ, സാഹചര്യം ഇല്ല ആരാധിക്കാൻ. പക്ഷെ സാഹചര്യം നോക്കാതെ കർത്താവിന്റെ സന്നിധിയിൽ മുട്ടുമടക്കുന്ന പ്രിയ അഭിഷിക്തയെ, നിനക്ക് വേണ്ടി ദൈവം ഒരുക്കുന്ന വഴികളെ തടയാൻ ഒരു ശത്രുവിനും കഴിയില്ലെന്നോ, അല്ലാതെ ഒരു മിത്രങ്ങൾക്കും ഒരു മിത്രങ്ങൾക്കും കഴിയില്ല, ഒരു അസൂയാലുകൾക്കും കഴിയില്ല. നിനക്ക് വേണ്ടി സ്വർഗം ഒരുക്കുന്ന വഴികളെ തടയുവാൻ ഒരു ലോകത്തിലെ ശക്തിക്കും കഴിയില്ല, ഒരു പ്രതികൂലങ്ങൾക്കും കഴിയില്ല. ഒന്ന് വിശ്വസിക്കാമോ? നിന്റെ ജീവിതത്തിന്റെ അകത്ത് അത് വെളിപ്പെടുകയാ, നിന്ദിക്കപ്പെടുന്ന ചില സാഹചര്യങ്ങൾ, ഭാരപ്പെടുന്ന ചില സാഹചര്യങ്ങൾ, മുമ്പോട്ട് പോകാൻ കഴിയാതെ വണ്ണം വല്ലാതെ ഞെരുങ്ങുമ്പോൾ പരിശുദ്ധം ആരോടൊക്കെയോ വിളിച്ചു പറയുന്നു, നിനക്ക് വേണ്ടി ചരിക്കുന്ന ഒരു ദൈവത്തിന്റെ മഹത്വം, ആരോരുമില്ലാതെ ഭാരപ്പെടുന്ന ദൈവമക്കളെ പരിശുദ്ധമാവ് നിങ്ങളോട് വിളിച്ചു പറയുന്നു, ആരും നിനക്കില്ലേലും ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ വിജയിക്കും. ദൈവത്തിന്റെ മക്കളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ വിജയിക്കും. ഹല്ലേലൂയ. അപ്പോ കല്ലറയിൽ നിന്ന് കല്ല് ആരുരുട്ടിക്കളയും? വലിയൊരു കല്ലെടുത്ത് വച്ചിരിക്കുകയാണ്. കല്ലറയ്ക്ക് പുറകിൽ ഒരു കല്ലുണ്ട്. ആ കല്ല് ഉരുട്ടിക്കളഞ്ഞാൽ മാത്രമേ യേശുവിന്റെ ബോഡി എടുക്കാൻ പറ്റൂ. പക്ഷെ ആ കല്ല് തടസ്സമായി നിൽക്കുമ്പോഴും അവർ അതിരാവിലെ എഴുന്നേൽക്കുകയാണ്. നിങ്ങളുടെ കല്ലുകളെ നീ നോക്കരുത്, സാഹചര്യങ്ങളെ നോക്കരുത്, അവസ്ഥകളെ നോക്കരുത്. നിങ്ങളായിരിക്കുന്ന സാഹചര്യത്തിന്റെ അകത്ത് നിങ്ങളെ കൊടുക്കുവാൻ ശത്രുവിട്ടിരിക്കുന്ന പദ്ധതിയെ നോക്കി വിഷമിച്ചിരിക്കാനല്ല കർത്താവ് നിന്നെ വിളിച്ചത്, ജയം പ്രഖ്യാപിക്കാനാണ്. ആത്മാവിലൊന്ന് പ്രതികരിക്കാമോ? നിന്റെ മേലുള്ള ജയത്തെ ഇന്ന് പ്രഖ്യാപിക്കുന്ന രാത്രിയാണ്. അംജുരി ഗമാറുദൂന ഹദരകബരിക. നടക്കത്തില്ലെന്ന് ലോകം വിധിയെഴുതിയ ചിലതിനെ നിന്നിലൂടെ നടത്താൻ കഴിയുമെന്ന് ദൈവം തെളിയിക്കുന്ന നാളുകൾ വിദൂരമല്ലെന്ന് ആരുടെയൊക്കെയോ പരിശുദ്ധമ വിളിച്ചു പറയുന്നു. നടക്കത്തില്ല, ഇനി മുമ്പോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് വിധി എഴുതിയിരിക്കുന്ന ആര്യ സിസ്റ്ററെ ഒന്ന് ആത്മാവിൽ വിശ്വസിച്ചോ? നിന്റെ ഭവനത്തിന്റെ അകത്ത് ഒരു നന്മ ഇനി വെളിപ്പെടത്തില്ലെന്ന് ലോകം നിന്നെ കുറിച്ച് വിധി എഴുതുമ്പോൾ പരിശുദ്ധന്മാവ് പറയുന്നു, സ്വർഗം നിനക്ക് വേണ്ടി ചില ഡോറുകൾ ഓപ്പൺ ആക്കുന്നു. ജോലി സംബന്ധമായ ചില വഴികൾ തലമുറയ്ക്കൊക്കെ ഒരുക്കാൻ പോകുന്ന ദൈവാത്മാവ് ആലോചന പറയുന്നു. നിന്റെ കരച്ചിലിന്റെ ശബ്ദം സ്വർഗത്തിൽ എത്തിയിരിക്കുന്നു ആത്മാവ് വിളിച്ചു പറയുന്നു. ഒന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കാമോ? എന്ത് തന്നെ സാഹചര്യം പ്രതികൂലമായാലും ഞാൻ യേശുവിന്റെ കൂടെ നടക്കും. പലരും ചോദിച്ചില്ലേ, ദൈവത്തിന്റെ കൂടെ നടന്നിട്ട് എന്നാ കിട്ടിയെന്ന്? വന്ന് കാണുക എന്ന് പറയുന്ന രീതിയിൽ ഒരു നന്മ വെളിപ്പെടുവാൻ പോകുന്നു. അംദുരീകസ് ഇത്രയും പ്രാർത്ഥിച്ചിട്ട്, ഇത്രയും ആരാധിച്ചിട്ട്, ഇത്രയും ദൈവസന്നിധിയിൽ ഇരുന്നിട്ട് നിനക്ക് എന്ത് കിട്ടിയെന്ന് ചോദിക്കുന്നവരോട് ഉത്തരം പറയാൻ നിനക്ക് വേണ്ടി ചിലത് കർത്താവ് തുറക്കാൻ പോകുന്നു. അംദുരീകസ് പരിശുദ്ധർമ്മവനെ കാണിക്കുന്നു. റീകരകഥന ചില രാജ്യങ്ങളിലേക്ക് ചെന്നിട്ട് അവിടെ ജോലിയില്ലാതെ ഭാരപ്പെടുന്ന ഒട്ടനവധി പേര് ഈ ദൈവശബ്ദം കേൾക്കുന്നുണ്ട്. എന്തു ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയില്ല. വല്ലാതെ ഒറ്റപ്പെടുന്ന ആ റൂമിന്റെ അകത്ത് നിങ്ങൾ ഇരുന്ന് കരയുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ആലോചന പറയുന്നു. നിനക്ക് വേണ്ടി ചില വഴികൾ കർത്താവ് തുറക്കും. ചില ബോവസുമാരെ കർത്താവ് റൂട്ടിന് ബോവസിനെ ഒരുക്കിയതുപോലെ നിങ്ങൾക്ക് വേണ്ടി ചിലതിനെ കർത്താവ് ഒരുക്കിയിട്ടുണ്ടെന്ന് ആത്മാവ് ആലോചന പറയുന്നു. കല്ലറയിൽ നിന്ന് കല്ല് ഉരുട്ടിക്കളഞ്ഞതായി കണ്ടു. അകത്ത് കടന്നപ്പോൾ കർത്താവായ യേശുവിന്റെ ശരീരം കണ്ടില്ല. അവർ പ്രതീക്ഷയോടെ വന്നത് യേശുവിന്റെ ശരീരത്തിന് വേണ്ടിയായിരുന്നു. നിങ്ങളും ഇന്ന് പ്രതീക്ഷയോടെ ഇതിന്റെ അകത്ത് കയറിയത് യേശു വന്നിട്ടുള്ളത് കൊണ്ടല്ലേ? യേശുവിന്റെ ശബ്ദം കേൾക്കാൻ വേണ്ടിയിട്ടല്ലേ? ദൈവത്തിന്റെ ഹിതം അറിയാൻ വേണ്ടിയിട്ടല്ലേ? പരിശുദ്ധം വിളിച്ചു പറയുന്നു. ആത്മാർത്ഥതയോടെ ദൈവസന്നിധി നിൽക്കാൻ തയ്യാറാണെങ്കിൽ നിന്റെ അടുക്കലേക്ക് എന്റെ കർത്താവ് ഇറങ്ങി വരും. റികബസിഹംദൻ അല്പത കാലം നിങ്ങളെ കർത്താവ് മൗനമായിരുന്നത് എന്തുകൊണ്ടെന്നറിയും? നിങ്ങൾ അതിശയിപ്പിക്കുന്ന എന്തൊക്കെയോ പ്രവൃത്തികൾ ദൈവം പ്ലാൻ ചെയ്യുകയായിരുന്നു. ഒന്ന് വിശ്വസിക്കുക. കാലതാമസം നിന്റെ ജീവിതത്തിന്റെ അകത്ത് ഉണ്ടാകുന്നുണ്ടോ? വാഗ്ദത്തങ്ങൾ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്നതിന് തടസ്സങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? എങ്കിൽ കർത്താവ് പറയുന്നു, അതിശയിപ്പിക്കുന്ന ചിലത് നിന്റെ പടകിന്റെ അകത്ത് വെളിപ്പെടുത്താൻ കർത്താവ് പ്ലാൻ ചെയ്യുകയാണ്. നിന്റെ ടൈം സോണിന്റെ അകത്ത് ചിലത് നടന്നില്ലെങ്കിൽ പ്രിൻസ് ദോഹ പ്രിയ അഭിഷിക്ത നിങ്ങളോട് വിളിച്ചു പറഞ്ഞു, നിന്റെ ടൈം ചിലത് നടന്നില്ലെങ്കിൽ ചിലത് നടക്കാൻ പോകുന്നു. കർത്താവിന്റെ സമയത്തിന്റെ അകത്ത്, ദൈവത്തിന്റെ സമയത്തിന്റെ അകത്ത് ചിലത് വെളിപ്പെട്ട് വരുമെന്ന് ആത്മാവിലൊന്ന് സ്വീകരിച്ചോ. എല്ലാത്തിനും ഒരു സമയമുണ്ട് കുഞ്ഞുങ്ങളെ. ദൈവത്തിന്റെ റൈറ്റ് സമയം. ആത്മാവിലൊന്ന് അന്യഭാഷ പ്രതികരിച്ച്, അന്യഭാഷ ഒന്ന് പ്രാർത്ഥിച്ച്, ആരെയും നോക്കിക്കൊണ്ടിരിക്കരുത്. ആത്മാവിലൊന്ന് പ്രതികരിച്ച് ചില രേഖകളെ കർത്താവ് കീറിക്കളയുക, ചില നുഖങ്ങളെ കർത്താവ് കീറിക്കളയുക, ചില ഞെരുക്കങ്ങളെ കർത്താവ് നിന്റെ പടകിൽ നിന്ന് അഴിച്ചു കളയുകയാ.
സാഹചര്യം പറയും നീ എഴുന്നേൽക്കത്തില്ലെന്ന്, സാഹചര്യം പറയും നീ മുമ്പോട്ട് പോകത്തില്ലെന്ന്. പക്ഷെ കർത്താവ് നിന്നെ കുറിച്ച് പറയുന്നു, നിന്റെ ജീവിതത്തിന്റെ അകത്ത് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടും, നിന്റെ ജീവിതത്തിന്റെ അകത്ത് ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടും. ഇന്നലെ വരെ നിനക്ക് വിരോധമായിരുന്ന ചില സാഹചര്യങ്ങൾ നിനക്ക് അനുകൂലമായി തീരാൻ പോകുന്നു. ഇന്നലെ വരെ നിനക്ക് പ്രതികൂലമായിരിക്കുന്ന സാഹചര്യങ്ങൾ ഇന്ന് നിന്റെ ജീവിതത്തിന്റെ അകത്ത് അനുകൂലമായി മാറാൻ പോകുന്നു. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാർ ആരോടൊക്കെ പരിശുദ്ധം വിളിച്ചു പറയുന്നു, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. ആർക്കും പ്രതികൂലമായി നിൽക്കാൻ കഴിയില്ലെന്ന്, ഒരു കല്ലിന് നിൽക്കാൻ പറ്റത്തില്ല, ഒരു പടയാളികൾക്ക് നിൽക്കാൻ പറ്റത്തില്ല. സാഹചര്യം എന്തു തന്നെ പ്രതികൂലമായാലും സ്വർഗം നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വഴി നിനക്ക് വേണ്ടി തുറക്കുക തന്നെ ചെയ്യും. നിനക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന സമയത്തിന്റെ അകത്ത് അത് വെളിപ്പെട്ട് വരിക തന്നെ ചെയ്യും. അതിനെക്കുറിച്ച് അവർ സഞ്ചരിച്ചിരിക്കുമ്പോൾ മിന്നുന്ന വസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അരികെ നിൽക്കുന്നത് കണ്ടു. ഹല്ലേലൂയ. യേശു കർത്താവിന്റെ ശരീരത്തിന് വേണ്ടി ആഗ്രഹിച്ച് യേശുവിനെ ഒന്ന് കാണാൻ വേണ്ടി വന്ന ഈ 3 സഹോദരിമാരോട് സംസാരിക്കുന്നത് മിന്നുന്ന വസ്ത്രം ധരിച്ച 2 പുരുഷന്മാരാണ്. അവർ ഭയപ്പെടുകയാണ്. മുഖം കുനിച്ചു നിൽക്കുമ്പോൾ അവർ അവരോട് ചോദിക്കും, നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് ഹല്ലേലൂയ അവരോട് വിളിച്ചു പറ. അവൻ ഇവിടെ ഇല്ല, അവൻ ഇവിടെ ഇല്ല. മരിച്ചവരുടെ കൂടെ അവൻ ഇല്ല. പരാജയപ്പെട്ടവന്റെ കൂടെ അവൻ ഇവിടെ ഇല്ല. രോഗിയായിരുന്നവന്റെ കൂടെ അവൻ ഇവിടെ ഇല്ല. പീഡിതനായിരുന്നവരുടെ കൂടെ ഇനി അവൻ ഇല്ല. അവൻ സ്വർഗാരോഹണം ചെയ്തിരിക്കുന്നു. എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം, നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തി ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തിയാണ്. ക്ഷീണിതരാകുമ്പോ, പ്രയാസപ്പെടുമ്പോ, ഞെരുങ്ങി പോകുമ്പോ, രോഗികളാകുമ്പോ ഈ ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി നിന്റെ മേൽ വെളിപ്പെടും. ആ റിസറക്ഷൻ പവർ നിന്റെ മേൽ വെളിപ്പെടാം. നിന്നെ കരയിപ്പിക്കുന്ന വിഷയത്തിന്റെ അകത്ത് മഞ്ജുഷ സിസ്റ്ററെ പരിശുദ്ധമ വിളിച്ചു പറയുന്നു, നിനക്ക് വേണ്ടി ചിലത് കർത്താവ് തുറക്കും. അന്തുരി ഗബര ജോലി സംബന്ധിച്ച് നിങ്ങളുടെ കൂടെയുള്ള വ്യക്തികൾ വല്ലാതെ ടോർച്ചർ ചെയ്ത് നിങ്ങളെ പുറത്താക്കാൻ വേണ്ടി നിങ്ങളുടെ പുറകെ നടക്കുമ്പോൾ കർത്താവ് നിനക്ക് വേണ്ടി ചില ഡോറുകൾ തുറക്കും. അന്തിനി കല്ല് ഉരുട്ടിക്കളഞ്ഞതായി നീ കാണും. നിന്നെ നിന്ദിച്ചവര് കൂടോടെ മാറിപ്പോകുന്ന ദൈവാത്മാവിനെ കാണിക്കുന്നു. കൂട്ടമായി നിന്നെ വേദനിപ്പിക്കാൻ ശ്രമിക്കുന്ന ചിലതിനെ രഹസ്യാന്തന ജോലി മേഖലയിൽ നിന്ന് കർത്താവ് കട്ട് ചെയ്യുന്നത് കർത്താവ് കാണിക്കുന്നു. കാരണം എന്തെന്നറിയാം, നിന്നിലൂടെ ഒരു മഹത്വം വെളിപ്പെടാനുണ്ട്. വാഗ്ദത്തം നിന്റെ അകത്തുണ്ട്. നീ തകർന്നു പോകാൻ കർത്താവ് അനുവദിക്കത്തില്ല. ഒന്ന് വിശ്വസിക്കാമോ? നിങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്ന അത്യന്ത ശക്തിക്ക് ചിലത് ചെയ്യാൻ കഴിയും. നിങ്ങൾ ഭാരപ്പെടുന്ന ചില വിഷയത്തിന്റെ അകത്ത്, നിങ്ങളെ വേദനിപ്പിക്കുന്ന ചില വിഷയത്തിന്റെ അകത്ത് നിനക്ക് വേണ്ടി അത്ഭുത വിടുതലുകൾ നൽകുവാൻ കർത്താവിന് കഴിയും. രോഗികളായിരിക്കുന്ന മക്കളോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നിനക്ക് വേണ്ടി സൗഖ്യം നൽകാൻ കർത്താവിന് കഴിയും. മാനസികമായ ഭാരങ്ങൾ അനുഭവിക്കുന്നവരുടെ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയും, നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ സൃഷ്ടിക്കുവാൻ കർത്താവിന് കഴിയും. ചിലത് സൃഷ്ടിക്കപ്പെടാൻ പോകുന്നു. എന്താ നിനക്ക് കുറവായിട്ടുള്ളത്? അത് സൃഷ്ടിക്കപ്പെടാൻ പോകുന്നു. തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അവർ ഇതിന്റെ അകത്തുണ്ട്. തലമുറകളെ കർത്താവ് തരാൻ പോകുന്നു. ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്, അവർക്ക് ജോലി മേഖലകൾ തുറക്കാൻ പോകുന്നു. എന്താ നിനക്കില്ലാത്തത്? അത് നിനക്ക് വേണ്ടി സ്വർഗം തുറക്കുന്നു. ഈ ലോകത്തിലെ ആരൊക്കെ നമ്മെ കരുതിയില്ലേലും, അപ്പൻ കരുതിയില്ലേലും, അമ്മ കരുതിയില്ലേലും, കൂട്ടുകാര് കരുതിയില്ലേലും, വീട്ടുകാര് കരുതിയില്ലേലും, സ്വർഗം നിനക്ക് വേണ്ടി കരുതാൻ പോകുന്നു. ഒന്ന് വിശ്വസിക്കാമോ? ദൈവം എനിക്ക് വേണ്ടി കരുതാം. ദൈവം എനിക്ക് വേണ്ടി കരുതും. ആരൊക്കെ നമുക്ക് വേണ്ടി കരുതിയില്ലേലും, കരുതേണ്ടവർ കരുതാതെ പോയാലും സ്വർഗം നമുക്ക് വേണ്ടി കരുതും. ഒന്ന് വിശ്വസിക്കാമോ? കരുതേണ്ടവർ മാറിക്കടന്നു പോയാലും സ്വർഗം നമുക്ക് വേണ്ടി രഹസ്യ കരുതി നമ്മെ മാറോട് അണയ്ക്കും. ആ സ്നേഹത്തിലേക്ക് ഒന്ന് കടന്നു വരാവോ? ആപത്തു സമയത്തേനിക്കപ്പനാണു ഞെരുക്കത്തിൻ സമയത്ത് അമ്മയാണു. ആപത്തു സമയത്തേനിക്കപ്പനാണു നീ. നിന്റെ ആപത്ത് സമയത്ത് അപ്പനായി കർത്താവ് ഇറങ്ങി വരും. ഞെരുക്കത്തിൻ സമയത്ത് അമ്മയാണു നീ. എൻ കൂടെ ഇരിക്കും ഓ യേശുവേ, ഞാൻ അങ്ങേ വിട്ട് ദൂരെ പോകില്ല. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ,
ഹല്ലേലൂയ. ആരൊക്കെ നിങ്ങളെ മാറിക്കടന്നു പോയാലും, ആരൊക്കെ നിങ്ങളെ അകറ്റി നിർത്തിയാലും, ആരൊക്കെ നിന്നെ ഒറ്റപ്പെടുത്തിയാലും കർത്താവ് ഒരിക്കലും നിന്നെ മാറ്റി നിർത്തത്തില്ല, അകറ്റി നിർത്തത്തില്ല, ഒറ്റപ്പെടുത്തത്തില്ല. കർത്താവിന്റെ സ്നേഹം അചഞ്ചലമാണ്. നിത്യ സ്നേഹം കൊണ്ട് അവൻ നിന്നെ സ്നേഹിക്കുന്നു. പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറന്നു കളയുകയില്ല. ഞാൻ നിന്നെ ഒരു നാളും അനാഥരായി വിടുകയില്ല. ഞാനോ ലോകാവസാനത്തോളം നിന്നോട് കൂടെയുണ്ട്. ആരുടെയൊക്കെയോ പരിശുദ്ധ വിളിച്ചു പറയുന്നു, ആരുടെയൊക്കെയോ സ്നേഹത്തിന് പുറകെ പോയിട്ട് വികസി വഞ്ചിതരായ ചതിക്കപ്പെട്ട ചിലതിനോട് കർത്താവ് വിളിച്ചു പറയുന്നു, ഈ ലോകത്തിലെ സ്നേഹം മാഞ്ഞു പോകും, പക്ഷെ ദൈവ സ്നേഹം ഒരിക്കലും നമ്മെ മറന്നു കളയത്തില്ല. ആരൊക്കെ നമ്മളെ മറന്നു കളഞ്ഞാലും ദൈവം നമ്മെ മറന്നു കളയത്തില്ല. ഹല്ലേലൂയ. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു നന്മ വിളത്തില്ല എന്നോർത്ത് കരയുന്ന ആരെങ്കിലും ദൈവശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മ വിളിച്ചു പറയുന്നു, നിനക്ക് വേണ്ടി ഒരു കരം വെളിപ്പെടാൻ പോകുന്നു, നിനക്ക് വേണ്ടി ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നു. ആർക്കുമില്ലാത്ത കഷ്ടത്തിലൂടെയാണോ നിങ്ങൾ കടന്നു പോകുന്നത്? ആർക്കുമില്ലാത്ത പ്രതികൂലങ്ങളിലൂടെയാണോ സഹോദരാ നീ കടന്നു പോകുന്നത്? നിനക്ക് വേണ്ടി ഒരു വഴി എന്റെ കർത്താവ് തുറക്കാൻ പോകുന്നു. ഉടയപ്പെട്ടവനായ നിനക്ക് വേണ്ടി, തകരപ്പെട്ടവനായി നിനക്ക് വേണ്ടി സ്വർഗം ചിലത് ഒരുക്കാൻ പോകുന്നു. ഒന്ന് വിശ്വസിക്കാമോ? ഒന്ന് വിശ്വസിക്കാമോ? ഹല്ലേലൂയ. കളിമണ്ണ് കൊണ്ട് കുശവൻ ഒരു പാത്രം ഉണ്ടാക്കുകയാണ്. തന്റെ കയ്യിൽ ആ പാത്രം ചീത്തയായി പോകുന്നു. ഹല്ലേലൂയ. പക്ഷേ ചീത്തയായി പോയ ആ പാത്രത്തെ കുശവൻ കളയുകയല്ല ചെയ്തത്, അതിനെ മറ്റൊരു മാനപാത്രമാക്കി തീർത്തു. ദൈവത്തിന്റെ വചനം പറയുന്നു, പുകയുന്ന തിരി അവൻ കെടുത്തി കളയത്തില്ല, ചതഞ്ഞ ഓടയെ ഒടിച്ച് കളയത്തില്ല. മക്കൊടിഞ്ഞ ജീവിതങ്ങളാണോ എന്റെ മുമ്പിൽ ഇവിടെ ഇരിക്കുന്നത്? തകരപ്പെട്ട മണ്ഡലങ്ങളാണോ? ജീവിതത്തിന്റെ അകത്ത് ഇനി ഒരു പ്രതീക്ഷയില്ലാതെ നിങ്ങളായിരിക്കുന്നു. പ്രിയ അഭിഷിക്തൻ ജെഫിനോട് പരിശുദ്ധമ വിളിച്ചു പറയുന്നു, കൂട്ടുകാർക്ക് സഹായം ചെയ്തത് കൊണ്ട് ചിലര് ചതിച്ച്, ചിലരാൽ ഭാരത്തോടായിരിക്കുന്ന പ്രിയ അഭിഷിക്ത കർത്താവ് വിളിച്ചു പറയുന്നു, നിനക്കു വേണ്ടി ദൈവം ചിലത് ഒരുക്കാൻ പോകുന്നു. നിങ്ങളെ നിന്ദിച്ച ശത്രു കാണുകെ തന്നെ പരിശുദ്ധാത്മാവ് ചിലത് നിനക്ക് വേണ്ടി ഒരുക്കാൻ പോകുന്നു. ശത്രുക്കൾ കാണുകെ മേശയൊരുക്കുന്ന ദൈവത്തിന്റെ കരം നിങ്ങൾക്ക് വേണ്ടി ദൈവം തുറക്കാൻ പോകുന്നു. ഒന്ന് വിശ്വസിച്ചോ? ഹല്ലേലൂയ. മാനസികമായി വല്ലാതെ ഭാരപ്പെട്ട് ജീവിതത്തിന്റെ അകത്ത് ഒരു വഴി അറിയാതെ മരുഭൂമി സമമായ ചില സാഹചര്യത്തിൽ ഇപ്പോൾ ആയിരിക്കുന്നു. കർത്താവ് പറയുന്നു, മരുഭൂമിയുടെ ഒരു വഴി ഉണ്ടാകാൻ പോകുന്നു. മരുഭൂമിയുടെ അകത്തൊന്ന് വിശ്വസിക്കാമോ? ആ മരുഭൂമിയുടെ അകത്ത് പെരുവഴികൾ ഉണ്ടാകാൻ പോകുന്നു. ഇന്നലെ വരെ നിന്ദിച്ച ശത്രു കാണുകെ റീഗപര നിനക്കു വേണ്ടി ദൈവം ചിലത് തുറക്കാൻ പോകുന്നു. ഒന്ന് വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അത് ഊവ് എന്നാണ്. പ്രിയ അഭിഷിക്തൻ മാത്യു ചാക്കോ ആംഗ്ലോട് പരിശുദ്ധമ വിളിച്ചു പറയാൻ പറയുന്നു, തലമുറകൾക്ക് വേണ്ടി, ദേശങ്ങൾക്ക് വേണ്ടി, രാജ്യങ്ങൾക്ക് വേണ്ടി, പട്ടണങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് വൃഥാവല്ല. ഒരു തലമുറ വിശുദ്ധിക്ക് വേണ്ടി എഴുന്നേക്കാൻ പോകുന്നു. നിങ്ങളുടെ പ്രാർത്ഥന വൃഥാവല്ലെന്ന് പരിശുദ്ധമ വിളിച്ചു പറയുന്നു. പടക്കിന്റെ ഒരു നന്മ വെളിപ്പെടാൻ സമയമായി. ചില മേഖലകളിൽ കർത്താവ് ഉയർത്തുവാൻ പദ്ധതി ഉണ്ടെന്ന് പരിശുദ്ധമ വിളിച്ചു പറയുന്നു. നഷ്ടപ്പെട്ടു പോയി ചില സംവത്സരങ്ങളെ മടക്കി തന്ന് കർത്താവ് നിങ്ങളെ മാനിക്കുമെന്ന് ആത്മാവ് ആലോചന പറയുന്നു. വിശ്വസിക്ക്. ശാരീരികമായ ചില ക്ഷീണങ്ങളിൽ നിന്ന് കർത്താവ് സൗഖ്യം തരാൻ പോകുന്നു. എന്തോ ഭാരം പോലെ ഹൃദയത്തിൽ എപ്പോഴും വല്ലാത്ത ഭാരം അനുഭവിക്കുന്നുണ്ട്. ആ ഭാരത്തിന്റെ മുഖത്തെ കർത്താവ് പൂർണ്ണമായി ഒടിച്ചു കളയുന്നെന്ന് ആത്മാവ് ആലോചന പറയുന്നു. എല്ലാ മുഖങ്ങൾ അടിയട്ടെ, മാനസികമായ ചില സമ്മർദ്ദങ്ങൾ അടിയട്ടെ, ചില ടെൻഷൻ മേഖലകൾ അടിയട്ടെ. ഈ
ജനം വിടുവിക്കപ്പെടട്ടപ്പാ. അന്തുരി ഗബരക ദുരിഗതന വിടുവിക്കപ്പെടട്ടെ. ദൈവത്തിന്റെ കരം ഇവർക്ക് വേണ്ടി ചലിക്കപ്പെടട്ടെ. ഓ, ആർക്കുമില്ലാത്ത വേദനയിലൂടെ ഇവർ കടന്നു പോകുന്നപ്പാ. ഇവർ പലരും മാനസികമായി സംഘർഷം അനുഭവിക്കുന്നവരാണ്, ഉടയപ്പെട്ടവരാണ്, ജീവിതത്തിന്റെ അകത്ത് സമാധാനമില്ലാതെ ആയിരിക്കുന്നവരുണ്ട്, കുടുംബ ജീവിതത്തിന്റെ അകത്ത് ഒരു സ്വസ്ഥതയില്ലാതെ ഇതിന്റെ അകത്ത് കയറിയവരുണ്ട്. ദൈവത്തിന്റെ കരം ഇവരുടെ മേലൊന്ന് തൊടണമേ. അന്ധരാധരകരക ദുരികരകധന രേഖരാധന. ഓ, ലൂക്കോസിന്റെ സുവിശേഷം 19 അധ്യായത്തിൽ നമുക്ക് സക്കായിയെ കാണാൻ കഴിയും. സക്കായി യേശുവിനെ കാണാൻ വേണ്ടി തയ്യാറാവുക. അവൻ എന്താ ചെയ്തത്? മുമ്പോട്ട് ഓടി. ദൈവ പൈതലെ, ദൈവരാജ്യത്തിന്റെ അകത്ത് യേശുവിനെ ഒന്ന് കാണുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവ പൈതലാണ് നീ എങ്കിൽ നിനക്ക് മുമ്പോട്ടാണ് പോകാനുള്ളത്, പുറകോട്ടല്ല. ആദ്യ സ്നേഹം നീ ഒന്ന് മനസ്സിലാക്കുക. ദൈവത്തെ നീ അറിഞ്ഞപ്പോൾ ഉണ്ടായ നിന്റെ സ്നേഹവും ഇപ്പോഴത്തെ സ്നേഹവും ഒന്ന് കമ്പയർ ചെയ്ത് നോക്ക്. എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ആദ്യ സ്നേഹത്തിലേക്ക് ഒന്ന് മടങ്ങി വാ. ആദ്യ സ്നേഹത്തിലേക്ക് ഒന്ന് മടങ്ങി വാ. ക്രിസ്തുവിന്റെ തേജസ്സിലേക്ക് ഒന്ന് മടങ്ങി വാ. ക്രിസ്തുവിന്റെ സുവിശേഷം മറ്റുള്ളവരോട് പറയുവാൻ പ്രാപ്തിയുള്ളവനായി നീ മാറട്ടെ. കർത്താവ് അത് ആഗ്രഹിക്കുന്നു. ഒന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കാമോ? നിന്റെ മേൽ ആ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടട്ടെ. ആകാശത്തിന്റെ കിളിവാതിൽ തുറക്കുന്ന ആ ദൈവത്തിന്റെ മഹത്വം. വേദനകളും പ്രയാസങ്ങളും ഞെരുക്കങ്ങളും ജീവിതത്തിൽ വന്നെന്നിരിക്കാം, പക്ഷെ നിന്നെ തകരാൻ കർത്താവ് അനുവദിക്കത്തില്ല. കൊടുങ്കാറ്റ് അടിച്ചെന്നിരിക്കാം, പ്രതികൂലങ്ങൾ പ്രതിസന്ധികൾ വന്നെന്നിരിക്കാം, പക്ഷെ നിന്റെ ജീവിതത്തിന്റെ അകത്ത് അത് നിന്നെ മൂടാൻ കർത്താവ് അനുവദിക്കത്തില്ല. നിന്നെ ക്ഷീണിപ്പിക്കുന്ന, നിന്റെ തളർച്ചയിലേക്ക് കൊണ്ടുവരുന്ന ചില നുഖങ്ങളെ കർത്താവ് അടിക്കുക. പ്രിയ സഹോദരി മോളി സാമുവേൽ, പ്രിയ സഹോദരിയോട് പരിശുദ്ധൻ പറയുന്നു, ചില വിദേശ രാജ്യങ്ങൾ നിനക്ക് വേണ്ടി ഓപ്പൺ ആകാൻ പോകുന്നു. പല രഹസ്യ രാജ്യങ്ങളിൽ നിങ്ങൾ മുട്ടി, പക്ഷെ തുറന്നില്ല. കർത്താവ് പറയുന്നു, ഈ മാസം അവസാനിക്കുന്നതിന് മുമ്പേ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ രാജ്യത്തിലേക്ക് നിങ്ങൾ എത്തും. നടക്കത്തില്ലെന്ന് ലോകം വിധിയെഴുതിയ ചില വിഷയത്തിന്റെ അകത്ത് ചില പേപ്പറുകളെ പരിശുദ്ധാത്മാവ് തിരുത്തി എഴുതുന്നത് കർത്താവിനെ കാണിക്കുന്നു. അന്തുനി ഗബരകത്തിന് ചിലതിനെ പരിശുദ്ധാത്മാവ് സീൽ ചെയ്യാൻ പോവുക. വിശ്വസിക്കുക. നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നന്മകൾ നിന്റെ പടകിന്റെ അകത്ത് വെളിപ്പെടാൻ പോകുന്നത് നിനക്ക് വേണ്ടി മാത്രമുള്ളതാണ്. പ്രിയ സിസ്റ്റർ മോളി, നിങ്ങൾക്ക് വേണ്ടി തുറന്നിരിക്കുന്ന വഴി അത് നിങ്ങൾക്ക് മാത്രമാണ്. അത് നിങ്ങളുടെ ശത്രുക്കൾക്ക് നിങ്ങളുടെ കൂടെ വരാൻ പറ്റത്തില്ല. റീഗബര നിന്നെ നിന്ദിക്കുന്നവർക്ക് അത് കൂടെ വരാൻ പറ്റത്തില്ല. ചെങ്കടലിന്റെ നടുവിൽ കൂടി റിഗസി ഫറവോനും സൈന്യവും വന്നപ്പോൾ ചെങ്കടലിൽ മുക്കിക്കളഞ്ഞു. പക്ഷെ റീഗസി ഇസ്രായേൽ അക്കരെ എത്തിയെന്ന്. മോളി സിസ്റ്റർ, നിങ്ങൾ തുറമുഖത്തെത്തും. നിങ്ങളെ നിന്ദിക്കുന്നവർ കാണുക തന്നെ, നിങ്ങളുടെ ശത്രുക്കൾ കാണുക തന്നെ, നിങ്ങളുടെ സഹോദരങ്ങൾ കാണുക തന്നെ, നടക്കത്തില്ലെന്ന് വിധിയെഴുതിയ ചിലര് കാണുക തന്നെ, നിന്നെ കളിയാക്കുകയും പരിഹസിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്ന ജനത്തിന് നീ ഒരു അത്ഭുത വിഷയമായി മാറുമെന്ന് ദൈവാത്മാവ് ആലോചന പറയുന്നു. കർത്താവ് എന്നെ കാണിക്കുന്നു, ഒരു ശാരീരികമായ പരിമിതി എന്നെ കാണിക്കുന്നു. നിന്റെ പരിമിതി എന്ത് തന്നെയായാലും കർത്താവിന് അത് വിഷയമല്ലെന്ന് ദൈവാത്മാവ് വിളിച്ചു പറയുന്നു. അന്ധരാധര രഹസ്യ ദൈവം ഒരുക്കുന്ന വഴി അത് ഏറ്റവും തികവുള്ളതാണ്. പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, വിശ്വസിച്ചോ. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ രക്ഷിക്കുന്ന ദൈവം ഇതിന്റെ അകത്ത് വെളിപ്പെട്ട് നിൽക്കുന്നത് ആത്മാവിനെ കാണിക്കുന്നു. വിശ്വസിക്കും. നിങ്ങളുടെ ഈ കൈകളിലേക്ക് ദൈവം തൊടുന്നത് ഞാൻ കാണുന്നു. പെരുവെള്ളത്തിൽ നിന്ന് കർത്താവ് നിന്നെ വലിച്ചെടുക്കുകയാ. മോളി, നിന്നെ എനിക്ക് ആവശ്യമാണെന്ന് പറഞ്ഞ് ആ പെരുവെള്ളത്തിൽ നിന്ന് കർത്താവ് നിങ്ങളെ വലിച്ചെടുക്കുന്നത് മോളി സിസ്റ്ററെ ഞാൻ കാണുന്നുണ്ട്. നിങ്ങളിപ്പോ പെരുവെള്ളത്തിലായിരിക്കുന്നു. എനിക്കറിയാം, ഈ കണ്ണുനീർ തുള്ളി അതിനുവേണ്ടി ഉറകത്തിന്, അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ കരയുന്നത്. കർത്താവിനെ കാണിക്കുന്നു. ആ കണ്ണുനീർ തുള്ളിയുടെ അകത്ത് റീകപരകത്തിന് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടാൻ പോകുന്നു. കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും. കറ്റ ചുമന്ന് ആർത്തുകൊണ്ടുവരും. ഒന്ന് വിശ്വസിക്കുക. കാണാനും കേൾക്കാനുമല്ല, അനുഭവിക്കാൻ ഇരിക്കുക. ഒന്ന് ആത്മാവിനെ ഒന്ന് അനുഭവിക്കുവാൻ, ദൈവരാജ്യത്തെ ഒന്ന് അനുഭവിക്കുവാൻ, ദൈവ സ്നേഹത്തെ ഒന്ന് അനുഭവിക്കുവാൻ ഇതിന്റെ അകത്ത് എത്ര പേർ റെഡിയാകും? അപ്പൊ സക്കായി മുമ്പോട്ടോടി. ഹല്ലേലൂയ. മുമ്പോട്ടോടി. അവനൊരു പരിമിതി ഉണ്ടായിരുന്നു. അവൻ വളർച്ചയിൽ കുറിയവനാകൊണ്ട് അവന് യേശുവിനെ കാണാൻ പറ്റിയില്ല. പക്ഷെ അവൻ അവിടെ പിന്മാറാൻ തയ്യാറായില്ല. നിന്റെ സാഹചര്യവും യേശുവുമായിട്ട് കണക്ട് ആവാൻ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിലായിരിക്കും ഇപ്പോൾ ആയിരിക്കുന്നത്. ചില രാജ്യങ്ങളിലെ ആരാധന സ്വാതന്ത്ര്യം പോലും ഇല്ല. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, നിന്റെ അന്തരംഗം കൊണ്ട് നീ കർത്താവിനെ സ്തുതിക്കാൻ തയ്യാറായാൽ ചില സ്വാതന്ത്ര്യങ്ങളെ കർത്താവ്
ഒരുക്കി തരും. നീ പോകണ്ട എന്ന് പറയുന്നവർ തന്നെ നീ ആരാധനയ്ക്ക് പൊയ്ക്കോ എന്ന് പറയുന്ന രീതിയിൽ കാര്യങ്ങളെ സ്വർഗം തിരിക്കും. നീ മാളിക മുറിയിലകത്ത് ഇരുന്നാ മതിയെന്ന് നീയും നിന്റെ പ്രാണപ്രിയനുമായി സംസാരിച്ച് തുടങ്ങിയ മതിയെന്ന് സ്വർഗം ചില ആരംഭങ്ങൾ കുറിക്കാൻ പോകുന്നു. ലാ താ നാ രാ ദീന അന്തരേഖ ബാലരേഖരാത്തുനീകരാതിനേരെ കസ്സികന്താനേരെ അന്തൂനരേഖരാത്തനേകരാതരേഖരകതന. ചില കുരുക്കുകൾ അഴിയുക, ചില കെട്ടുകൾ അഴിയുക, ചില നുഖങ്ങൾ അഴിയുന്നു. നിന്നെ കെട്ടിവച്ച ചില നുഖങ്ങൾ, തലയിൽ കെട്ടിയത്, ചെവിയിൽ കെട്ടിയത്, തൊണ്ടയിൽ കെട്ടിയത്, ഉദരത്തിന്റെ അകത്ത് കെട്ടിയത്, എല്ലാ കെട്ടുകളെയും പരിശുദ്ധം പൊട്ടിക്കുന്നു. നിന്റെ ഉയർച്ചയ്ക്കെതിരെ, നന്മയ്ക്കെതിരെ, അനുഗ്രഹങ്ങൾക്കെതിരെ ദുഷ്ടം കിട്ടിയ ചില കെട്ടുകളെ പരിശുദ്ധം പൊട്ടിക്കുന്നു. ആത്മമണ്ഡലത്തിന്റെ അകത്ത് തീ പിടിക്കുന്നു. നിന്നെ കരയിപ്പിക്കുന്നു, നിന്നെ ഭാരപ്പെടുത്തുന്നു, ഞെരുക്കുന്ന ശത്രു കാണിക്കെ തന്നെ നിന്നെ കർത്താവ് എഴുന്നേൽപ്പിക്കുന്നു. ചിലരുടെ റൂമിന്റെ അകത്ത് അസാധാരണമായ ദൈവത്തിന്റെ തീ നിൽക്കുന്നത് ഞാൻ കാണുന്നു. പ്രിയ സിസ്റ്റർ സീനാനീഷ്, നിങ്ങളുടെ റൂമിന്റെ അകത്ത് ദൂതൻ നിൽക്കുന്നത് കർത്താവിനെ കാണിക്കുന്നു. ദൂതൻ നിൽക്കുന്നു. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി സംസാരിക്കുന്ന ദൂതൻ നിൽക്കുന്നു. അംധനി ഗബരകുതന പ്രാർത്ഥനയുടെ ഒരു തീ നിന്റെ മേൽ കർത്താവ് കത്തിക്കും. അംധുനീകസ്, ഈ കാലഘട്ടത്തിൽ ഉണർവിനായി സഹോദരി നിന്നെ ഉപയോഗിക്കുമെന്ന് ദൈവാത്മാവ് ആലോചന പറയുന്നു. അംധരാധനകസി, മാറ്റി നിർത്തിയ നിന്നെ, റീകബസി, ആർക്കും വേണ്ടാത്ത നിന്നെ, പരിഹസിക്കപ്പെട്ട നിന്നെ, കുറ്റം ആരോപിക്കപ്പെട്ട നിന്നെ, അതേ ബലഹീനമായ നിന്നെ തന്നെ കർത്താവ് ലോകരാജ്യങ്ങളുടെ പട്ടണങ്ങളുടെ ഉണർവിന് വേണ്ടി ഉപയോഗിക്കും. എനിക്കറിയില്ല, കർത്താവിന് ശുശ്രൂഷ കോളിങ് കാണിക്കുന്നു. കുടുംബമായി ദൈവരാജ്യത്തിന്റെ അകത്ത് നിൽക്കാൻ കർത്താവിന് ഒരു പദ്ധതി ഉണ്ടെന്ന് ആത്മാവ് ആലോചന പറഞ്ഞു. ഒന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ. നിങ്ങൾക്ക് നടക്കാത്തത് ദൈവം നിങ്ങളെ കൊണ്ട് ചെയ്യിക്കും. നിങ്ങളുടെ ബലം കൊണ്ട് നടക്കാത്തത്, നിങ്ങളുടെ ബുദ്ധി കൊണ്ട് നടക്കാത്തത്, നിന്റെ കഴിവ് കൊണ്ട് നടക്കാത്തത് ചിലത് ചിലതിന്റെ മേൽ തീ പിടിക്കുന്നു. ചിലർ വല്ലാത്ത വൈബ്രേഷൻ അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ ചിലർ തീ പോലെ ഒരു അനുഭവം അനുഭവിക്കുന്നു. ചിലർ തണുപ്പ് പോലെ അനുഭവിക്കുന്നുണ്ട്. ചിലർ അപ്പന്റെ സ്നേഹം മനസ്സിലാക്കുന്നുണ്ട്. വെറുതെ ഇരിക്കരുത്, ആത്മാവിൽ സ്വീകരിക്കാൻ തുടങ്ങുക. ഹല്ലേലൂയ. അഭിഷേകത്തിന്റെ ഒരു തേജസ്സിന്റെ ശുശ്രൂഷ ഇതിന്റെ അകത്ത് നിന്ന് വെളിപ്പെടട്ടപ്പ. ജനത്തിനു വേണ്ടി ദൈവമേ അങ്ങ് ഇറങ്ങി വരണം. ആത്മാവെ അങ്ങ് ഇറങ്ങി വരണം. പരിശുദ്ധാത്മാവെ അങ്ങ് ഇറങ്ങി വരണമേ അപ്പ. പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ മധ്യത്തിൽ അങ്ങ് ഇറങ്ങി വരണമേ. ഈ ജനത്തിനു വേണ്ടി വഴികളെ കർത്താവ് തുറക്കണമേ. അടയപ്പെട്ടതെല്ലാം തുറന്നു വരട്ടപ്പ. ശത്രു കൊണ്ടുപോയതെല്ലാം മടങ്ങി വരട്ടെ. തുള്ളനും വിട്ടിലും പച്ചപ്പുഴും തിന്ന സംവത്സരങ്ങൾ മടങ്ങി വരട്ടെ. ചിലത് തുറന്നു വരട്ടെ. യഫദ തുറന്നു വാ. ഒന്ന് വിശ്വസിക്കുക. നിനക്ക് വേണ്ടി ദൈവം ചിലത് തുറക്കാൻ പോകുന്നു. ആർക്കും അടയ്ക്കാൻ പറ്റാത്ത ചിലത്. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. എത്ര പേർക്ക് ആ താക്കോല് വേണം? ഹല്ലേലൂയ എന്ന് പ്രാർത്ഥിക്കുന്നവരുടെ മേൽ ആ താക്കോല് വെളിപ്പെടാൻ പോകുന്നു. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ. ഹല്ലേലൂയ. ദൂതന്മാർ നിങ്ങളുടെ ഭവനങ്ങളിൽ ഇറങ്ങി നിൽക്കാൻ പോവുക. നിങ്ങളായിരിക്കുന്ന ഇടത്ത് വിനോദരാഘവൻ, പ്രിയ സഹോദര, നിങ്ങളുടെ റൂമിന്റെ അകത്ത് ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി നിൽക്കുന്ന കർത്താവിനെ കാണിക്കുന്നു. നിങ്ങളുടെ ജോലി മേഖലകളിൽ നിങ്ങളെ മുമ്പോട്ട് വിടത്തില്ലെന്ന് ഫൈറ്റ് ചെയ്യുന്ന ചില ശത്രുവിന്റെ കരങ്ങളെ ദൂതന്മാർ വെട്ടാൻ പോവുക. വിശ്വസിക്കാമോ? ആ ജോലിയുടെ പ്രഷറിനെ നിങ്ങളിൽ നിന്ന് അടിച്ചു കളയാൻ പോവുക. എങ്ങനെ മുമ്പോട്ട് പോകും? നടക്കത്തില്ലെന്ന് വിധി എഴുതുന്ന ചില കല്ലുകൾ നിങ്ങളുടെ ഫാമിലിയിൽ നിന്ന് ഉരുട്ടി മാറ്റുന്നത് കർത്താവിനെ കാണിക്കുന്നു. ദൂതൻ ഇറങ്ങിയാൽ അത്ഭുതം നടക്കും കേട്ടോ. ദൂതൻ ഇറങ്ങിയാൽ ദൈവത്തിന്റെ വിടുതൽ നടക്കും. അവിടെ 2 ദൂതന്മാരാണ് മറിയയോട് സംസാരിച്ചത്. അബ്രഹാമിന്റെ ഭവനത്തിലേക്കും പോയത് 3 ദൂതന്മാരാണ്. നിന്റെ ഭവനത്തിലേക്ക് ഇന്ന് വന്നിരിക്കുന്ന ദൂതന്മാരാണ്. ദൂതന്മാർ വന്നാൽ ചിലത് നടക്കും. ഈ സൂം പ്ലാറ്റ്ഫോമിന്റെ അകത്ത് ഇതുവരെ ലഭ്യമാകാത്ത ചില ദൈവിക സാന്നിധ്യത്തിന്റെ ഉറവ കർത്താവ് തുറക്കാൻ പോകുന്നു. അപരിചിതമായിട്ടാണ് ഞാൻ ഈ മീറ്റിംഗിൽ കണക്ട് ആയത്. പ്രിയ പാസ്റ്റർ സനു പാസ്റ്റർ ആണ് എന്നെ ഇതിലോട്ട് കണക്ട് ചെയ്തത്. പ്രിയ അഭിഷിക്തൻ ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റില്ല, സഹോദരി ഒന്ന് ജോയിൻ ചെയ്യാമോ എന്ന് എന്നോട് ചോദിച്ചു. എനിക്കറിയാം എന്നെ ഇതിന്റെ അകത്ത് കൊണ്ടുവന്നെങ്കിൽ ദൈവത്തിന് എന്തോ ഉദ്ദേശമുണ്ട്. ദൈവത്തിന് ഉദ്ദേശമില്ലാതെ എനിക്ക് ഇതിന്റെ അകത്ത് കയറാൻ പറ്റില്ല. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്. കോളിംഗ് ഇല്ലാതെ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. പരിശുദ്ധാത്മാവ് അനുവദിച്ചല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് ശുശ്രൂഷ ആയിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ, ജോലി മേഖലകളായിക്കോട്ടെ. രക്ഷിക്കപ്പെട്ട ദൈവ പൈതലെ, നിനക്ക് വേണ്ടി ദൈവം ചിലത് ഒരുക്കും. കരുതേണ്ടുന്നവർ മാറി നിൽക്കുമ്പോൾ
ഭാരപ്പെടുത്തുമ്പോൾ, ഞെരുക്കുമ്പോൾ, നിന്നെ കുത്തി നോവിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്നെ നോവിക്കാതെ നിന്നെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ദൈവത്തിന്റെ സ്നേഹം ഒന്ന് കടന്നു വരാമോ? ആ സ്നേഹത്തിന്റെ അടുക്കലേക്ക് നമ്മുടെ കുറവുകളെ പറഞ്ഞു നടക്കാതെ, നമ്മുടെ ബലഹീനതകളെ പറഞ്ഞു നടക്കാതെ, നമ്മളെ പരിശുദ്ധമായ സ്നേഹത്തിലേക്ക് കൊണ്ടുവരുന്ന ദൈവസ്നേഹം, നമ്മളെ വിശുദ്ധിയിലേക്ക് അടുപ്പിക്കുന്ന സ്നേഹം, നമ്മെ ഉപദേശിച്ച കൃപയിലേക്ക്, സ്നേഹത്തിലേക്ക് നയിക്കുന്ന ദൈവത്തിന്റെ മഹത്വം, ആ മഹത്വത്തിലേക്ക് ഒന്ന് പ്രവേശിക്കാമോ? ഹല്ലേലൂയ. കർത്താവ് അത് ആഗ്രഹിക്കുകയാണ്, കർത്താവ് അത് ആഗ്രഹിക്കുകയാണ്. സക്കായി മുമ്പോട്ടോടി, ഹല്ലേലൂയ, അവനൊരു കാട്ടത്തിന്മേൽ കയറുകയാ. കാട്ടത്തിന്മേൽ കാട്ടത്തിന്മേൽ കയറിയിരിക്കുമ്പോൾ ആ വഴിയായി യേശു കടന്നു വരുന്നു. നീ എവിടെ കർത്താവിന്റെ രാജ്യത്തിന്റെ അകത്ത് ഒളിച്ചിരുന്നാലും കർത്താവ് കണ്ടുപിടിക്കും. ഹല്ലേലൂയ. നാം കർത്താവിന്റെ സാന്നിധ്യം വിട്ട് എവിടെ ഒളിച്ചു പോയാലും അവിടെ കർത്താവിന്റെ കരം കണ്ടുപിടിക്കും. കാരണം നീ വാഗ്ദത്തമുള്ള ദൈവ പൈതലാ, നീ വാഗ്ദത്തമുള്ള ദൈവ പൈതലാ. നിന്നെ കുരുക്കുവാൻ ഒരു ദുഷ്ടനും കഴിയില്ല. നീക്കമാളകുതുനി പക്ഷി ചുറ്റി പറന്നു കാക്കുന്നത് പോലെ ഇസ്രായേലിനെ പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്. ഒന്ന് വിശ്വസിക്കാമോ? ഇതിൻ്റെ അകത്ത് വളരെയധികം കാലാവസ്ഥ പ്രതികൂലങ്ങളിലൂടെ നമ്മുടെ കേരളത്തിന്റെ വിവിധ ജില്ലകൾ കടന്നു പോകുന്നുണ്ട്. വല്ലാതെ പാർപ്പിടമില്ലാതെയൊക്കെ ആയിരിക്കുന്ന അനേകം പേരുണ്ട്. നിങ്ങൾ അവരെ ഓർത്ത് പ്രാർത്ഥിക്കണം. റദ്ദുനിഹത നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. അവർക്ക് വേണ്ടി ഒരു വഴി ദൈവം തുറക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. വല്ലാതെ നെടുവീർപ്പിലോടായിരിക്കുന്ന ഒട്ടനവധി പേരുണ്ട്. അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. കർത്താവിനെ ഓർമ്മിച്ചത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാനൊരു കാര്യം പറയട്ടെ, യേശു കർത്താവിനെ കാണാൻ ഒരു വാഞ്ചയുണ്ടെങ്കിൽ കർത്താവ് നിനക്ക് വേണ്ടി ഇറങ്ങി വരും. കർത്താവിനെ കാണാൻ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ പരിശുദ്ധാത്മ വിളിച്ചു പറയുന്നു, ഇതിൻ്റെ അകത്ത് ദൈവത്തിന്റെ കണക്ഷൻ വെളിപ്പെടാൻ പോകുന്നു. ഇതിൻ്റെ അകത്ത് ആരുടെയൊക്കെയോ മേൽ ദൈവത്തിന്റെ കണക്ഷൻ, പരിശുദ്ധാത്മാവിന്റെ കണക്ഷൻ. ഗ്രേസ് സിസ്റ്ററെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ, നിങ്ങൾ അത് പ്രാപിക്കാൻ പോകുന്നു. തന്നെ ഇതുവരെ ശുശ്രൂഷിച്ചതുപോലെ അല്ലെന്ന് അടുത്തൊരു മേഖലയിലേക്ക് കർത്താവ് എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. ഇതിനൊക്കെ ഏതൊക്കെ ശുശ്രൂഷകന്മാരോട് പരിശുദ്ധാത്മ വിളിച്ചു പറയുന്നു, നിനക്ക് വേണ്ടി സ്വർഗം ചിലത് ഒരുക്കാൻ പോകുന്നു. നിങ്ങൾ അറിയാത്ത ഡോറുകളെ, ഇന്റർനാഷണൽ ഡോറുകളെ കർത്താവ് തുറക്കാൻ പോകുന്നു. ഇന്റർനാഷണൽ ഡോറുകൾ, ആർക്കും അടയ്ക്കാൻ പറ്റാത്ത, ആർക്കും ഒഴിവാക്കാൻ പറ്റാത്ത, ആർക്കും തടസ്സം ചെയ്യാൻ പറ്റാത്ത ലിഖമാറതുനി അതിനൊക്കെ. സക്കായെ സംബന്ധിച്ച് അവൻ ചുങ്കം പിരിക്കുന്നവനാ. ആ നാട്ടിൽ നല്ലൊരു പേരൊന്നും സക്കായിക്കില്ല. പരീശന്മാര് പറയാനിടയായി, എന്താണ് ഇവൻ ചുങ്കക്കാരോട് കൂടെ ഇരിക്കുന്നു. പക്ഷെ യേശു കർത്താവ് അതിനെ ഹല്ലേലൂയ ഹല്ലേലൂയ നോക്കിയില്ല. ഞാനൊരു കാര്യം പറയാം, നിന്റെ ഹൃദയത്തെ അറിയുന്നൊരു ദൈവമുണ്ട്. ലോകം നിന്നെ കുറിച്ച് എന്ത് പറയുന്നതിൽ കാര്യമില്ല. ദൈവം എന്താ നിന്നെ കുറിച്ച് പറയുന്നത്, അതിലാ കാര്യം. ഞാൻ ഒന്നും കൂടെ പറയാം, ലോകം നിന്നെ കുറിച്ച് എന്ത് പറയുന്നതിലും കാര്യമില്ല. ദൈവം നിന്നെ കുറിച്ച് എന്താ പറയുന്നത്, അതിലാണ് കാര്യം. ആ ദൈവം പറഞ്ഞൊരു കാര്യം, യേശു കർത്താവ് പറഞ്ഞത്, ഇവനും അബ്രഹാമിന്റെ മകനാകിയാൽ നമ്മൾ അബ്രഹാമിന്റെ മക്കളാണ്. ഹല്ലേലൂയ. ഈ വീടിന് രക്ഷ വന്നു. ഈ കർമ്മേൽ പർവ്വതത്തിന്റെ ഈ മീറ്റിങ്ങിന്റെ അകത്ത് ലിഖബസ് ആയിരിക്കുന്ന ദൈവ പൈതലെ, നിങ്ങൾ അബ്രഹാമിന്റെ മക്കളാണ്. മക്കളാകിയാൽ നിങ്ങൾക്ക് രക്ഷ വന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കണ്ട. ഇതാ പുതിയതൊന്ന് നിനക്ക് വേണ്ടി ചെയ്യുന്നു. ഒന്ന് വിശ്വസിക്കാമോ? എൻ്റെ ജീവിതത്തിന്റെ അകത്ത് കഴിഞ്ഞ നാളുകൾ വന്ന എല്ലാ ഫ്ലാഷ് ബാക്കുകളിൽ ഞാൻ മറക്കുകയാ. ജീവിതത്തിൽ വന്ന തിന്മകളെ ഞാൻ മറക്കുകയാ. എല്ലാ പാഠങ്ങളും ഞാൻ മറക്കുകയാ. എല്ലാ വേദനകളും ഞാൻ മറക്കുകയാ. എനിക്ക് വേണ്ടി ഒരുക്കുന്ന നന്മകളെ, എനിക്ക് വേണ്ടി ദൈവമേ അങ്ങ് ഒരുക്കിയിരിക്കുന്ന നന്മകളെ കാണാൻ എൻ്റെ കണ്ണൊന്ന് തുറക്കണമേ. ഹല്ലേലൂയ. കർത്താവ് പറയുന്നു, ഹാഗറിനെ പോലെ മരുഭൂമിയുടെ അകത്ത് കുഞ്ഞുങ്ങളുടെ മരണം കാണണ്ട എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്ന അമ്മമാരെ കർത്താവിനെ കാണിക്കും. നിങ്ങൾ ഒറ്റയ്ക്കാണ് ആയിരിക്കുന്നത്. പക്ഷെ കർത്താവ് എന്നോട് പറയുന്നു, നിനക്ക് വേണ്ടി ദൈവം ചിലതിനെ ഒരുക്കാൻ പോകുന്നു. പറ്റാത്ത നീരുറവ. ഹാഗർ കണ്ണ് തുറന്നപ്പോഴാണ് നീരുറവ കണ്ടത്. ഞാനൊരു കാര്യം പറയാം, നമ്മുടെ കണ്ണ് തുറന്നാലേ നീരുറവ കാണാൻ പറ്റൂ. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞേ, എൻ്റെ കണ്ണൊന്ന് തുറക്കണമേ, എൻ്റെ ആത്മീയ കണ്ണൊന്ന് തുറക്കണമേ. എനിക്ക് യേശുവിനെ അറിയേണ്ട പോലെ അറിയണം കർത്താവേ. എനിക്ക് അപ്പനെ അറിയേണ്ട പോലെ അറിയണം. എനിക്ക് വചനം അറിയേണ്ടതുപോലെ വെളിപ്പെടുത്തി തരണമേ അപ്പ. എന്നോടൊന്ന് കരുണ തോന്നണം.
ഒന്ന് പറയാമോ? എന്റെ കണ്ണൊന്ന് തുറക്കണമേ. കണ്ണ് തുറക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടും. ഓ രാത്രി ഹതനകപരികപരകപിന. കണ്ണ് തുറന്നാലേ അത്ഭുതങ്ങൾ വെളിപ്പെട്ട് വരത്തുള്ളൂ. കണ്ണ് തുറന്നാലേ അനുഗ്രഹങ്ങൾ വെളിപ്പെട്ട് വരത്തുള്ളൂ. നീ അഭിമുഖീകരിക്കുന്ന ചില വിഷയത്തിനകത്ത് മറുപടിയുമായി എഴുന്നേൽക്കുന്ന ഒരു രാത്രിയാണെന്ന് പറഞ്ഞാൽ എത്ര പേര് വിശ്വസിക്കും? എത്ര പേര് വിശ്വസിക്കും? നിനക്ക് വേണ്ടി ഓ രകതന അസ്തമിച്ചു പോയ ചില ദിവസങ്ങളെ കർത്താവ് മടക്കി തരാൻ പോകുന്നു എന്ന് വിശ്വസിച്ചു നിങ്ങളുടെ കൈകളിലേക്ക് ദൈവ സാന്നിധ്യം വെളിപ്പെടുന്നത് ആത്മാവിനെ കാണിക്കുന്നു. എല്ലാം തീർന്നു, ഇനി അവസാനിച്ചു, ഇനി എഴുന്നേക്കത്തില്ലെന്ന് ലോകം നിന്നെ കുറിച്ച് വിധി എഴുതിയിരിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് പറയുന്നു, ചിലത് നിനക്ക് വേണ്ടി തുറക്കാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. ചിലത് നിനക്ക് വേണ്ടി തുറക്കാൻ, ചിലത് നിനക്ക് വേണ്ടി തുറക്കാൻ. ആർക്കും ഇല്ലാത്ത ശോധനയിലൂടെ പരിശുദ്ധൻ അത് തന്നെ പറയുന്നു. ആർക്കും ഇല്ലാത്ത വെല്ലുവിളിയിലൂടെ ആരെങ്കിലും കടന്നു പോകുന്നുണ്ടെങ്കിൽ പരിശുദ്ധൻ വിളിച്ചു പറയും, നിനക്ക് വേണ്ടി സ്വർഗം ചില വാതിലുകൾ ഓപ്പൺ ആക്കാൻ പോകുന്നു. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. പ്രിയാഭിഷിക്തൻ അബ്രഹാം പ്രിയാഭിഷിക്തനോട് പരിശുദ്ധൻ വിളിച്ചു പറയുന്നു, ചിലയിടങ്ങളിൽ നിങ്ങളെ മാറ്റി നിർത്തിയത് വേറെ ഒന്നിനുമല്ല, ദൈവത്തിന് നിങ്ങളെ ഉപയോഗിക്കുവാൻ സമയമായതുകൊണ്ടാ. എല്ലാവരോടും കൂടെ നിങ്ങൾക്ക് ഇരിക്കാൻ കഴിയില്ല. പരിശുദ്ധാത്മാവിന്റെ തീയിലുള്ളവരോട് കൂടെ മാത്രമേ നിങ്ങൾക്ക് ഇരിക്കാൻ കഴിയത്തുള്ളൂ. പല വ്യക്തികളും നിങ്ങളെ വിട്ടിട്ട് കണക്ഷൻ വിട്ടിട്ട് പോയപ്പോ ചില മേഖലകളിൽ വല്ലാത്ത ഞെരുക്കം തോന്നി. ഞാനൊരു കാര്യം പറയാം, ദൈവത്തിന്റെ പദ്ധതിയാ. അബ്രഹാമും ലോത്തും എപ്പോൾ വേർപിരിഞ്ഞോ അപ്പോഴാണ് അബ്രഹാമിന് വാഗ്ദത്തം വെളിപ്പെട്ടു വന്നത്. ഹല്ലേലൂയ. ചിലതൊക്കെ നിന്നെ വിട്ടിട്ട് പോയത് നന്മയ്ക്കാണെന്ന് ആത്മാവ് വിളിച്ചു പറയുന്നു. അന്തുരീകഭാരതന ദർശനത്തിലേക്ക് കയറി വരാൻ ദൈവം പഠിപ്പിക്കുകയായിരുന്നു. ദൈവം ചിലത് പഠിപ്പിക്കുകയായിരുന്നു. ചില ദർശനങ്ങൾ കർത്താവ് തരികയായിരുന്നു. വിശ്വസിക്കാമോ? അന്തന പടകിന്റെ അകത്തത് വെളിപ്പെടാൻ പോകുന്ന. ആരൊക്കെ നിന്ദിച്ചാലും പരിഹസിച്ചാലും വേദനിപ്പിച്ചാലും ദൈവം നിന്നെ സ്നേഹിക്കുന്നു. ആത്മാവ് വിളിച്ചു പറയുന്നു. ചില വരണ്ട അവസ്ഥകളിലൂടെ കടന്നു പോകുന്നത് കർത്താവിനെ കാണിക്കുന്നു. കർത്താവ് പറയുന്നു, ആ വരണ്ട നിലത്തിന്റെ അകത്ത് ഒരു നീരുറവ വെളിപ്പെടാൻ പോകുന്നു. ആ മരുഭൂമി സമമായ ചില വിഷയത്തിന്റെ അകത്ത് ചില രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കണക്ഷൻ കർത്താവ് തരാൻ പോകുന്നു. നിങ്ങളുടെ ഡെസ്റ്റിനിയിലേക്ക് നിങ്ങളെ എത്തിക്കാൻ തക്കവണ്ണം പ്രാപ്തിയുള്ള ചിലരുമായി നിങ്ങൾ കണക്ട് ആകാൻ പോകുന്നു. ഒന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ച് അത് വെളിപ്പെടാൻ പോകുന്നു. ദാവീദ് കാട്ടിനകത്തായപ്പോഴുള്ള ഒരു അവസ്ഥയാണ് അഭിഷിക്ത എന്നെ കാണിക്കുന്നത്. ദാവീദ് കാട്ടിനകത്തായിരുന്നപ്പോ ഇശായി പോലും ദാവീദിനെ മറന്നുപോയി. ഇശായി ദാവീദിനെ മറന്നെങ്കിലും ശമൂവേൽ പ്രവാചകൻ വന്നപ്പോ ആദ്യം ചോദിച്ചത് ദാവീദിനെയാ. ഞാൻ ഒരു കാര്യം പറയാം, നിന്നെ തേടി അഭിഷിക്തന്മാർ വരാൻ പോകുന്നു. എബ്രഹാം എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് ചിലരെ പരിശുദ്ധാത്മാവ് കൊണ്ടുവരാൻ പോകുന്നു എന്ന് ആത്മാവ് വിളിച്ചു പറയുന്നു. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. നന്ദി പരിശുദ്ധാത്മാവേ. ഒരുമിച്ച് കണ്ണുകളെ അടച്ച് നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ. ഓ ജീസസ്. അസാധാരണമായ ഒരു ദൈവത്തിന്റെ മഹത്വം ഈ സൂം പ്ലാറ്റ്ഫോമിന്റെ അകത്ത് വെളിപ്പെടുന്നത് കർത്താവിനെ കാണിക്കുന്നു. അപ്പൻ മറന്നു കളഞ്ഞാലും അമ്മ മറന്നു കളഞ്ഞാലും ദൈവത്തിന് നിന്നെ മറക്കാൻ കഴിയില്ലെന്ന് കൂട്ടിച്ചേർക്കുന്നു. അപ്പൻ മറന്നു കളയാം, അമ്മ മറന്നു കളയാം, സഹോദരങ്ങൾ മറന്നു കളയാം, പക്ഷെ എന്റെ അപ്പൻ നിന്നെ മറന്നു കളയത്തില്ല. ഹല്ലേലൂയ. ദർശനം കിട്ടിയ യോസേഫിനെ സഹോദരന്മാരെ പൊട്ടക്കുഴി കൊണ്ടിട്ട് കേട്ടോ. പൊട്ടക്കുഴിയുടെ അകത്ത് നഷ്ടപ്പെട്ടു പോകുമെന്നാ സഹോദരന്മാര് വിചാരിച്ചേ. പക്ഷെ ദർശനം തന്നവൻ യഹോവയാണെങ്കിൽ അവൻ അത് നിവർത്തിക്കും. ദൈവം വിശ്വസ്തനാണ്. ദൈവം അത് നിവർത്തിക്കും. നിന്റെ സാഹചര്യങ്ങളും നിന്റെ ദർശനവുമായിട്ട് ഒരു കണക്ഷനും ഇന്നില്ലെങ്കിൽ കർത്താവ് പറയുന്നു, ദർശനം തന്നത് കർത്താവാണെങ്കിൽ കർത്താവ് അത് ചെയ്തിരിക്കും. അവൻ ഇന്നും എന്നും എന്നേക്കും അനന്യനാണ്. അവൻ വാക്കുമാറുകയില്ല. അവൻ മനുഷ്യപുത്രനല്ല വാക്കുമാറുക.
മാറാൻ അവൻ ദൈവമാകിയാൽ അത് വെളിപ്പെട്ടു വരും. അന്ധരരകബലൂതുന ഒന്ന് വിശ്വസിക്കുക. നിന്റെ പടകിന്റെ അകത്ത് ആ ദൈവ പ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നു. നിന്റെ പടകിന്റെ അകത്ത് ദൈവമഹത്വം വെളിപ്പെടാൻ പോകുന്നു. ഇന്നലെ അഭിമുഖീകരിച്ച ചില വിഷയത്തിന്റെ അകത്ത് ദൈവം ചില പ്രതിക്രിയകൾ നടത്തി നിന്നെ വിടുവിക്കാൻ പോകുന്നു. നീതിമാൻ പ്രതിക്രിയ കണ്ട് സന്തോഷിക്കും. പ്രിയ അഭിഷിക്ത മാർഗി മാത്യു, പ്രിയ അഭിഷിക്ത നിങ്ങളോട് വിളിച്ചു പറയുന്നു, സഭയുമായി ബന്ധപ്പെട്ട് ചില ഡോറുകൾ നിങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ആകാൻ പോകുന്നു. ചില ആത്മാക്കളുടെ കൂട്ടത്തെ നിങ്ങളുടെ പടകിലേക്ക് അടുപ്പിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അന്തുനിച്ച് ഇപ്പോൾ വരണ്ട അവസ്ഥയിലായി ഇപ്പോൾ ചർച്ച പോകുന്നത്. പക്ഷെ ദൈവാത്മാവിനോട് വിളിച്ചു പറയുന്നു, ദൈവം ചിലതിനെ കണക്ട് ചെയ്യും. വല കീറാതെ വണ്ണം കർത്താവ് കാക്കും. അന്തുനി ശിമോൻ പത്രോസിനോട് പറഞ്ഞതുപോലെ വലതു ഭാഗത്തേക്ക് വല വീശാൻ തയ്യാറാണെങ്കിൽ പെരുത്ത മീൻകൂട്ടം കിട്ടുമെന്ന് ആത്മാവ് വിളിച്ചു പറയുന്നു. നീ ചിന്തിക്കുന്നത് പോലെ അല്ല നിന്റെ ഭാവി. ദൈവാത്മാവിനോട് വിളിച്ചു പറയുന്നു, റീഗബസ് വിദേശ രാജ്യങ്ങളിൽ കയറി ഇറങ്ങുന്ന രീതിയിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. ഫ്ലൈറ്റിലായിരിക്കും പൂർണ്ണ സമയം യാത്ര. കർത്താവ് അങ്ങനെ പറയുന്നു, യാത്രയ്ക്ക് വേണ്ടി റെഡിയായിക്കോ. റാജുനെ അതിന് നമ്മള് ട്രാവൽ ചെയ്യുന്നതെല്ലാം ഫ്ലൈറ്റിലായിരിക്കും. എങ്ങനെ നടക്കുമെന്ന് ഇപ്പോൾ വല്ലാതെ ആകുലതയോടെ ആയിരിക്കുന്നെങ്കിൽ കർത്താവ് പറയുന്നു, നിനക്ക് വേണ്ടി ദൈവം ഒരുക്കും. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ആരുടെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. യോസേഫിനെ പോലെ പരീക്ഷിക്കപ്പെടുമ്പോഴും ദാവീദിനെ പോലെ മറ്റുള്ളവർ ഒറ്റപ്പെടുത്തുമ്പോഴും അന്തിരീകപരകതുനകര ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് അന്യപ്പെട്ടു പോകാതിരുന്നാൽ മതി എന്ന് ആത്മാവ് വിളിച്ചു പറയുന്നു. പരീക്ഷകൾ വരുമ്പോൾ പരീക്ഷയിൽ ജയിച്ചാൽ പ്രൊമോഷൻ ഉണ്ട്. മനസ്സിലായോ? പരീക്ഷ ഇടുന്നത് ജയിക്കാൻ വേണ്ടിയിട്ടാ. ജയിച്ച പ്രൊമോഷൻ ഉണ്ടെന്ന്. വിശ്വസ്തരായി ദൈവത്തിന്റെ വേല ചെയ്താൽ അവൻ നിന്നെ മാനിക്കും. ചില രാജകീയമായി കോളിങ്ങിലേക്ക് അഭിഷിക്ത നിന്നെ കർത്താവ് ലിഫ്റ്റ് ചെയ്യാൻ പോകുന്നു. അന്തരഹസ്യ അല്പത്തിൽ വിശ്വസ്തനായിരുന്നാൽ അധികത്തിന് വിചാരകനാക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ആത്മാവ് വിളിച്ചു പറയുന്നു. വിവിധ രാജ്യങ്ങളിലായിരിക്കുന്ന ദൈവമക്കളെ, ദൈവാത്മാവ് നിങ്ങളോട് ദൈവത്തിന്റെ ശബ്ദം വിളിച്ചു പറയാൻ പറയുന്നു. നിങ്ങളുടെ സാഹചര്യം എത്ര തന്നെ പ്രതികൂലമായാലും, നാം ആദ്യ ഭാഗത്തിൽ വായിച്ചു കേട്ടതുപോലെ ആ മറിയെ പോലെ, ആ ശലോമയെ പോലെ, ആ മഗ്ദലക്കാരത്തി മറിയെ പോലെ ഒന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്ന് അടുക്കാൻ തയ്യാറാണെങ്കിൽ അവൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. കല്ല് ഉരുട്ടിക്കളയാൻ നീ പ്രയാസപ്പെടണ്ട, കല്ല് ഉരുട്ടിക്കളയാൻ നീ പ്രാർത്ഥിക്കേണ്ട. കല്ല് ഉരുട്ടിക്കളഞ്ഞതായി നീ കാണാൻ പോകുന്നു. നിന്റെ ജീവിത സാഹചര്യത്തിൽ എത്ര വലിയ കല്ലുകളായാലും, അത് ഏത് മേഖലയിലുള്ള തടസ്സമായാലും ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒരു നിമിഷം മതി എന്നൊന്ന് ആത്മാവിലൊന്ന് പ്രാർത്ഥിക്കാവോ? ഇന്ന് കേട്ട ദൈവശബ്ദത്തിന്റെ മുമ്പിൽ ഹാലേലൂയ. മുമ്പോട്ട് പോകാൻ വഴിയറിയാതെ ഭാരപ്പെടുന്ന ഇസ്രായേൽ ജനത്തോട് മോശ പറയുന്ന ഒരു കാര്യമുണ്ട്, മുമ്പോട്ട് പോകാം, മുമ്പോട്ട് നടക്കാം, മുമ്പോട്ട് നടക്കാം. നാം പിന്മാറി പോകാനല്ല, മുമ്പോട്ട് ഓടാനാ നമ്മെ വിളിച്ചത്. ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരെങ്കിലും ബിരുദു പ്രാപിക്കുന്നവൻ ഏകനാണ്. നാമും ബിരുദു പ്രാപിക്കാൻ തക്കവണ്ണം ഓടണം. ഈ ഓട്ടം എപ്പോഴാ തീരുന്നേ? അതും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നിത്യരാജ്യത്ത് എത്തുമ്പോൾ ഓട്ടം തീരും കേട്ടോ. ആകയാൽ സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് ഭാരവും പാപവും തള്ളി വിശ്വാസത്തിൽ ഓടി ആ ദൈവത്തിന്റെ കിരീടം പ്രാപിപ്പാൻ, ജീവ കിരീടം പ്രാപിക്കാൻ പ്രാപ്തിയുള്ള ഒരു ജനം പുറത്തു വരട്ടെ. നമ്മുടെ ട്രാക്കിലൂടെ ഓടണം, നമ്മുടെ ട്രാക്കിലൂടെ ഓടണം. നമ്മുടെ കൂടെ ഓടുവാൻ ദൂതന്മാരുണ്ട്. അബ്രഹാമും വിശുദ്ധന്മാരുമൊക്കെ നമ്മുടെ മുമ്പേ പൂർവ്വപിതാക്കന്മാർ സകലരും നമുക്ക് മുമ്പേ ഓട്ടമോടി വിജയിച്ചവരാണ്. നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നത് അവരാണ്. കഷ്ടത വരുമ്പോ, പ്രയാസം വരുമ്പോ, ഞെരുക്കം വരുമ്പോ ഇങ്ങനെ ഉള്ളവരെ ഓർത്തുകൊള്ളാൻ ആത്മാവ് ആലോചന പറയുന്നു. നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ചില വഴികൾ സ്വർഗം തുറക്കാൻ പോകുന്നു. ഹല്ലേലൂയ. ഓ രാജുനി കർത്താവ് പറയുന്നു, ചില സാമ്പത്തികമായ ചില വിഷയത്തിന്റെ അകത്ത് വല്ലാതെ കുടുങ്ങി കിടക്കുന്ന ചില ഫയലുകളെ കർത്താവ് തിരുത്തി എഴുതാൻ പോകുന്നു. നിനക്ക് വേണ്ടി ചില സാമ്പത്തികമായ വഴികളെ കർത്താവ് തുറക്കാൻ പോകുന്നു. ചില ദാരിദ്ര്യത്തിന്റെ മണ്ഡലങ്ങളെ കർത്താവ് പൊട്ടിച്ചു കളയാൻ പോകുന്നു. ഹല്ലേലൂയ. ഒന്ന് വിശ്വസിക്കുക, നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് നിനക്ക് വേണ്ടിയിട്ടാ. വാഗ്ദത്തം ഹല്ലേലൂയ ഹല്ലേലൂയ നൽകിയവൻ വിശ്വസ്തനാണ്. അത് നിവർത്തിക്കുന്ന ദിവസങ്ങൾ സമീപമായി വരികയാ. ഒന്ന് വിശ്വസിക്കാമോ? അബ്രഹാമിന്റെ ജീവിതത്തിന്റെ അകത്ത് വാഗ്ദത്തം കേട്ടിട്ട് നീണ്ട 25 വർഷം ഇസഹാക്കിനു വേണ്ടി കാത്തിരിക്കേണ്ടി വന്നു. ഞാനൊരു കാര്യം പറയാം, വാഗ്ദത്തം കിട്ടി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവത്തിനൊരു സമയമുണ്ട്. ദൈവത്തിന്റെ സമയത്തിന്റെ അകത്ത്
അകത്ത് വാഗ്ദത്തം വെളിപ്പെടും. വാഗ്ദത്തത്തിന് മുമ്പേ ഹാഗറിനെ തേടി പോവല്ലേ. ഓ, ആരോടൊക്കെയോ വിളിച്ചു പറയുന്നു, വാഗ്ദത്തം വെളിപ്പെടുന്നതിന് മുമ്പേ ഹാഗറിനെ തേടി പോകരുതേ. ദൈവത്തിന്റെ പദ്ധതി മാത്രമേ വെളിപ്പെട്ടു വരത്തുള്ളൂ. നിന്റെ ജീവിതത്തിന്റെ അകത്ത് നിന്റെ പദ്ധതികൾ ആഫലമാകുമ്പോൾ ഓ നിന്റെ പ്ലാനിങ് അഫലമായി പോകും കുഞ്ഞേ. ദൈവത്തിന്റെ പ്ലാനിങ് മാത്രമേ നിന്റെ ജീവിതത്തിന്റെ അകത്ത് നടക്കത്തുള്ളൂ. കാരണം നീ ദൈവത്തിന്റെ പൈതല, നിന്റെ അകത്താണ് വാഗ്ദത്തമുള്ളത്. നീ ദൈവത്തിന്റെ പുത്രനാണ്, പുത്രിയാണ്. നിങ്ങളിലൂടെയാണ് ദൈവത്തിന്റെ മഹത്വം ഭൂമി സ്ഥാപിക്കപ്പെടേണ്ടത്. ഹല്ലേലൂയ. ഒന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും നിർബന്ധമായും കണ്ണുകളെ അടച്ച് കേട്ട ദൈവശബ്ദത്തിന് മുമ്പിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നു. രോഗമുള്ള സ്ഥലത്തേക്ക് ഒന്ന് കൈകൾ വെച്ചൊന്ന് പ്രാർത്ഥിക്കാമോ? പരിശുദ്ധാത്മാവ് നമ്മോട് ഹൃദ്യമായി സംസാരിച്ചു. ഇന്നത്തെ ദൈവശബ്ദം നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് ഞാൻ ആത്മാവിൽ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ചലനം ഇതിന്റെ അകത്ത് വെളിപ്പെട്ടെന്ന് ഞാൻ ആത്മാവിൽ വിശ്വസിക്കുന്നു. ഇന്നലെ വരെ നിന്നെ മൂടിക്കളഞ്ഞ, ഇന്നലെ വരെ നിന്നെ ഭാരപ്പെടുത്തിയ ചില വിഷയങ്ങളുടെ അകത്ത് ദൈവം ചില പ്രതിക്രിയകളെ നടത്തി വിടുവിക്കാൻ പോകുന്നു. എന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കാമോ? നടക്കത്തില്ലെന്ന് വിധി എഴുതിയ ചില വിഷയങ്ങളുടെ അകത്ത്, നിന്റെ പടകിന്റെ അകത്ത് ചിലത് കർത്താവ് തുറക്കാൻ പോകുന്നു. കർത്താവെ, ഈ ജനത്തെ അടിയൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ. സാഹചര്യങ്ങൾ പ്രതികൂലമാണ്, പ്രതിസന്ധികളുണ്ട്, ഞെരുക്കമുണ്ട്, വേദനയുണ്ട്. പക്ഷേ ദൈവരാജ്യത്തിന് വേണ്ടി ഓടുവാൻ ഈ കർമ്മേൽ പ്രയർ ഗ്രൂപ്പിനെ ബലപ്പെടുത്തണം. ഏരിയാവ് കർമ്മേൽ പർവ്വതത്തിന്റെ അകത്ത് ഒറ്റയ്ക്ക് ബാലിന്റെ പ്രവാചകന്മാരോട് പോരാടിയതുപോലെ ചില ശത്രു സൈന്യത്തോട് പോരാടാൻ ഇവർക്ക് ദൗത്യമുണ്ടല്ലോ. ചില ചെങ്കടലിനെ മറികടക്കാൻ ദൗത്യമുണ്ടല്ലോ. ചില യോർദാൻ നദിയെ മറികടക്കാൻ ദൗത്യമുണ്ടല്ലോ. ഇതിന്റെ അകത്ത് ചിലർ അങ്ങനെ ആത്മശക്തിയുള്ള ചിലതിനെ കർത്താവ് എഴുന്നേൽപ്പിക്കണം. ഒറ്റയ്ക്ക് നിൽക്കേണ്ടിയ ചിലതിനെ ഒറ്റയ്ക്ക് നിർത്തി പുറത്തു കൊണ്ടുവരണം. ആത്മാവിന്റെ ചലനം ചിലതിന്റെ അകത്ത് കത്തി പടരട്ട് കർത്താവ്. റീകസ് നിന്നയുടെ മണ്ഡലങ്ങൾ മാറട്ട് കർത്താവ്. എല്ലാ അവിശ്വാസങ്ങളുടെ മണ്ഡലങ്ങൾ അഴിയട്ടപ്പ. ലേഖപരഗതുലി ഹതന ഹബരഗതന. ദൈവത്തിന് വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. വചനം പറയുന്ന പോലെ വിശ്വാസത്തിന്റെ മണ്ഡലം വെളിപ്പെടട്ടെ. വിശ്വാസത്തിന്റെ മണ്ഡലം വെളിപ്പെടട്ടെ. ആർക്കും വിശ്വാസം കൂടാതെ ദൈവത്തിനെ പ്രസാദിപ്പിക്കാൻ കഴിയില്ലല്ലോ. ആ ദൈവത്തിന്റെ വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസം ഇവരുടെ അകത്ത് തുറന്നു പ്രാർത്ഥിക്കുന്നു. എപ്പതാ ആ വിശ്വാസത്തിന്റെ മണ്ഡലം തുറക്കപ്പെടട്ടെ. അത് ദൈവത്തിന്റെ മഹത്വമായി പ്രവൃത്തിയായി എന്റെ വാഗ്ദത്തത്തിന്റെ നിവൃത്തീകരണമായി പടകിന്റെ അകത്ത് തന്നെ കാണുവാൻ തക്കവണ്ണം ഇവിടെ കണ്ണുകളെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട നാഥ, ഈ സമയത്തിനായി അടിയൻ നന്ദി പറയുന്നു. അടിയനെ നിയോഗിച്ച് ഈ മീറ്റിംഗിന്റെ അകത്ത് കൊണ്ടുവന്നതിനായി നന്ദി പറയുന്നു. എല്ലാ മാനവും മഹത്വം കർത്താവിനെ അർപ്പിക്കുന്നു. എന്നെ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച ഗ്രേസ് സിസ്റ്ററെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന കുടുംബമായി മാനിക്കണം, കൃപയാൽ നിറയ്ക്കണം. ദൈവം വലിയ കാര്യങ്ങൾ പ്രിയ സഹോദരിയുടെ ഈ ഗ്രൂപ്പിന്റെ അകത്ത് ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രത്തിന്റെ അകത്ത് ചുമല് കൊടുക്കുന്ന എല്ലാ ദൈവമക്കളെയും ബ്ലസ് ചെയ്യുന്നു. സൂം പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന വാഗ്ദത്തങ്ങൾ കേട്ട, ദൂതുകൾ കേട്ട എല്ലാ മക്കളുടെ മേൽ അത് വേഗത്തിൽ വെളിപ്പെട്ട് വരുവാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ മാനവും മഹത്വം കർത്താവിന് അർപ്പിക്കുന്നു. കൃപയോടെ കേൾക്കണം പരിശുദ്ധ പിതാവേ, ആമേൻ. എന്നെ ഈ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച ഗ്രേസ് പാസ്റ്ററോടുള്ള നന്ദി അറിയിക്കുന്നു. പ്രിയ അഭിഷിക്തൻ ഇതിന്റെ അകത്ത് ഇല്ലെങ്കിലും സനു പാസ്റ്ററോടുള്ള നന്ദി അറിയിക്കുന്നു. പാസ്റ്ററാണ് എന്നെ റെക്കമെൻഡ് ചെയ്ത് ഇതിന്റെ അകത്ത് കൊണ്ടുവന്നത്. നിങ്ങൾക്ക് ഇന്നത്തെ മെസ്സേജ് ഏറ്റവും അനുഗ്രഹമായത് ഞാൻ വിശ്വസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. Yes. ഞാൻ വരുവാണേ. ഗുരു